മൾട്ടിപ്ലിക്കേഷന്റെ ഒക്കെ ബാലൻസ്. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. സോൾവ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ cos സ്ക്വയർ എക്സ് ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് വൈ ഈക്വൽ ടു ടാൻ എക്സ്. ഇതായിരുന്നു ക്വസ്റ്റ്യൻ. പിന്നെ നമുക്ക് ത്രൂ ഔട്ട് തന്നെ ഇവിടെ ഒരു കോസ് സ്ക്വയർ എക്സ് ഉണ്ട്, ഡി വൈ ബൈ ഡി എക്സ് ആണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പൊ ഈ ഡി വൈ ബൈ ഡി എക്സിന്റെ കൂടെ ഒരു കോസ് സ്ക്വയർ എക്സ് ഉണ്ട്. അതുകൊണ്ട് ഈ കോസ് സ്ക്വയർ എക്സ് കൊണ്ട് ഈ എല്ലാ ടേമിനെയും ഡിവൈഡ് ചെയ്യാനാ പറഞ്ഞത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഡി വൈ ബൈ ഡി എക്സിനെ കോസ് സ്ക്വയർ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ കോസ് സ്ക്വയർ എക്സും ക്യാൻസൽ ചെയ്ത് പോയിട്ട് ഡി വൈ ബൈ ഡി എക്സ് വരും. പിന്നെ പ്ലസ് വൈയുടെ ടേമിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ വൈ ഡിവൈഡ് ബൈ കോസ് സ്ക്വയർ എക്സ് കിട്ടും, സീക്വൽ ടു ടാൻ ഡിവൈഡ് ബൈ കോസ് സ്ക്വയർ എക്സ് കിട്ടും. ഇനി ഈ 1 ബൈ കോസ് സ്ക്വയർ എക്സിനെ നമുക്ക് സീ സ്ക്വയർ എക്സ് എന്ന് എഴുതാം. അപ്പോൾ സീ സ്ക്വയർ എക്സ് ഇൻറ്റു വൈ എന്ന് വരും ഈ ടേം. ഇവിടെ ഡി വൈ ബൈ ഡി എക്സ് വരും. പിന്നെ ഇവിടുത്തെ ടാൻ എക്സ് ഇൻറ്റു ഈ 1 ബൈ കോസ് സ്ക്വയർ എക്സിനെ സീ സ്ക്വയർ എക്സ് എന്ന് എഴുതാം. അപ്പൊ ടാൻ എക്സ് ഇൻറ്റു സീ സ്ക്വയർ എക്സ് കിട്ടും. ഇവിടെ വരെ ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഇനി നമ്മുടെ സൊല്യൂഷനിലേക്ക് എടുക്കുക. അതായത് നമ്മുടെ ഇക്വേഷൻ എങ്ങനെ വരാം? ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് പി വൈ ഈക്വൽ ടു ക്യൂ. ഇവിടെ നിന്ന് വൈയുടെ ടേമിന്റെ കൂടെ ഉള്ളതാണ് പി. അപ്പൊ നമുക്ക് വൈയുടെ ടേം എന്ന ഇക്വേഷനിൽ നിന്നും ഇതില് സി സ്ക്വയർ എക്സ് ഇൻറ്റു വൈ. അപ്പൊ വൈയുടെ കൂടെയുള്ള ഈ ടേമിനെ നമുക്ക് പി ആയിട്ട് എടുക്കാം. അതായത് ഇത് പി ആയിട്ട് എടുക്കാം. അപ്പൊ നമുക്ക് പി ഈക്വൽ ടു സി സ്ക്വയർ എക്സ് കിട്ടും. ഇനി ക്യൂ എന്ന് പറയുന്നത് ഈക്വലിന് ഇപ്പുറത്തുള്ള ടേം ആണ് ക്യൂ. അതായത് ക്യൂ എന്ന് പറഞ്ഞാൽ ടാൻ എക്സ് ഇൻറ്റു സി സ്ക്വയർ എക്സ് കിട്ടും. അപ്പൊ ഈ ഇക്വേഷനിൽ നിന്ന് ഡി വൈ ബൈ ഡി എക്സിന്റെ ഈ ഇക്വേഷനിൽ നിന്നും പിയും കിട്ടി ക്യൂവും കിട്ടി. ഇത് ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. ഇനി ജനറൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ വൈ ഇൻറ്റു ഇഫ് ഈക്വൽ ടു ഇന്റഗ്രേഷൻ ഓഫ് ക്യൂ ഇൻറ്റു ഇഫ് ഡി എക്സ് പ്ലസ് സി എന്നാണ്. ഇതിൽ ഇഫ് കണ്ടെത്തണം. ഈ ഇഫ് കണ്ടെത്താനായിട്ട് ഇന്റഗ്രേഷൻ ഓഫ് ഇ പി ഡി എക്സ്. പിയുടെ വാല്യൂ നമുക്ക് ഓൾറെഡി ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇന്റഗ്രേഷൻ ഓഫ് ഇ റേസ് ടു ഇന്റഗ്രേഷൻ ഓഫ് സി സ്ക്വയർ എക്സ് ഡി എക്സ്. സി സ്ക്വയർ എക്സിന് ഇന്റഗ്രേഷൻ ചെയ്ത് നമുക്ക് ടാൻ എക്സ് കിട്ടും. അപ്പൊ ഇഫിന്റെ വാല്യൂ ഇ റേസ് ടു ടാൻ എക്സ് എന്ന് കിട്ടി. ഇത് ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. പിന്നെ നമ്മൾ ജനറൽ ഇക്വേഷൻ കൊടുക്കുക. വൈ ഇൻറ്റു ഇഫ് ഈക്വൽ ടു ഇന്റഗ്രേഷൻ ഓഫ് ക്യൂ ഇഫ് ഡി എക്സ് പ്ലസ് സി. ഇഫിന്റെ സ്ഥാനത്ത് വൈ ഇൻറ്റു ഇ റേസ് ടു ടാൻ എക്സ് വന്നു. ഇവിടെയും ക്യൂവിന്റെ സ്ഥാനത്ത് ഇവിടെ നമുക്ക് കിട്ടിയേക്കുന്നത് ടാൻ എക്സ് ഇൻറ്റു സി സ്ക്വയർ എക്സ് ഇൻറ്റു ഇ റേസ് ടു ടാൻ എക്സ് പ്ലസ് സി എന്ന് കിട്ടി. ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി ഇതിൽ ടാൻ എക്സിനെ നമുക്ക് ടി ആയിട്ട് എടുക്കാം. അപ്പൊ ടി ഈക്വൽ ടു ടാൻ എക്സ് ആണെങ്കിൽ ഡി ടി ഇതിനെ ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് സി സ്ക്വയർ എക്സ് ആയിരിക്കും. അപ്പൊ ടിയും കിട്ടി ഡി ടിയും കിട്ടി. അത് ഇതിൽ നിന്ന് തന്നെ ഇത് ടി ആണെന്നും കിട്ടി, ഇത് ഡി ടി ആണെന്നും കിട്ടി. അപ്പൊ ടി ഡി ടി എന്ന് എഴുതി. ഇനി ഈ ഡി ടിയും ടിയും കിട്ടി. ഇനി ഇ റേസ് ടു ടാൻ എക്സിന്റെ സ്ഥാനത്ത് ടി കൊടുത്തു. അപ്പൊ ഇ റേസ് ടു ടി കിട്ടി. അപ്പൊ ഇക്വേഷൻ വൈ ഇൻറ്റു ഇ റേസ് ടു ടാൻ എക്സ് ഈക്വൽ ടു ഇന്റഗ്രേഷൻ ഓഫ് ടി ഇൻറ്റു ഇ റേസ് ടു ടി ഡി ടി പ്ലസ് സി എന്ന് കിട്ടി. ഇവിടെ വരാൻ ക്ലിയർ അല്ലേ? ഹലോ, ഇപ്പൊ പറഞ്ഞ അതായത് ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഈ ഇക്വേഷൻ കിട്ടിയത് മനസ്സിലായില്ലേ? വൈ ഇൻറ്റു ഇ റേസ് ടു ടാൻ എക്സ് ഈക്വൽ ടു ഇന്റഗ്രേഷൻ ഓഫ് ടാൻ എക്സ് സി സ്ക്വയർ എക്സ് ഇൻറ്റു ഇ റേസ് ടു ടാൻ എക്സ് ഡി എക്സ് പ്ലസ് സി. ഈ ഇക്വേഷനിൽ ഇഫിന്റെ വാല്യൂ ക്യൂവിന്റെ വാല്യൂ ഇവിടുത്തെ ഇഫിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി. ഇനി ഇതിലെ ടാൻ എക്സിനെ നമുക്ക് കൊടുക്കാം, ടി ആയിട്ട് കൊടുക്കാം. ഈ ടാൻ എക്സിന് പകരം അതിനെ ടി ആയിട്ട് കൊടുത്തു. ഈ ടാൻ എക്സിന് ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ ഡി ബൈ ഡി ടി ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ടാൻ എക്സിന് ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ കിട്ടുന്നത് സി സ്ക്വയർ എക്സ് ആണ്. അപ്പൊ അത് ഇവിടെ ഓൾറെഡി ഉണ്ട്. അപ്പൊ നമുക്ക് ടിയും ഇതിനെ ടി എന്നും ഇതിനെ ഡി ടി എന്ന് എഴുതാം. അപ്ലിക്കേഷന് ടിയും കിട്ടി ഡി ടിയും കിട്ടി. ഇനി ഇ റേസ് ടു ടാൻ എക്സിന്റെ സ്ഥാനത്ത് ടി ഏതാണ് പറയണം. അപ്പൊ ഇ റേസ് ടു ടി എന്ന് കിട്ടും ഇവിടെ. ഈ ടേമും കിട്ടി, ഇ റേസ് ടു ടിയും കിട്ടി പ്ലസ് സി എന്ന് കിട്ടി. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഇനി ഈ ടേമിന് ഈക്വലിന് ഇപ്പുറത്തുള്ള ടേമിന് ഇന്റഗ്രേഷൻ ചെയ്യാം. ഇപ്പുറത്തുള്ള ടേം വൈ ഇൻറ്റു ഇ റേസ് ടു ടാൻ എക്സ് ഈക്വൽ ടു ഇത് ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ ടീനെ അങ്ങനെ തന്നെ നിർത്തിയിട്ട് ഇ ടീനെ ഇന്റഗ്രേഷൻ ചെയ്യുക, മൈനസ് ഇ ടീനെ അങ്ങനെ തന്നെ നിർത്തിയിട്ട് ടീനെ ഇന്റഗ്രേഷൻ ചെയ്യുക. പ്രൊഡക്റ്റ് റൂൾ പോലെ കൊടുക്കുക. അപ്പൊ ടി അങ്ങനെ തന്നെ നിർത്തി ഇ ടീനെ ഇ റേസ്റ്റ് പവർ എന്ത് വന്നാലും ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ അത് തന്നെ വരും. ടീനെ ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ 1 വരും. അപ്പൊ നമുക്ക് ടി ഇൻറ്റു ഇ റേസ്റ്റ് ടി എന്ന് കിട്ടി. ഇനി മൈനസ് ടീനെ ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ നമുക്ക് 1 കിട്ടും. ഇ റേസ്റ്റ് ടീനെ അങ്ങനെ തന്നെ നിർത്തി പ്ലസ് സി. നമുക്ക് ഇതൊന്നും കൂടി ഈ ടിയുടെ സ്ഥാനത്തൊക്കെ നമുക്ക് എന്താ നമ്മൾ എടുത്തിരുന്ന ടി സീക്വൽ ടാൻ എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ ഇവിടെ ഈ വൈ ഇൻറ്റു ഇ ടാൻ എക്സ് സീക്വൽ ടു ഈ ടിക്ക് പകരം ഇ ടാൻ എക്സ് ഇൻറ്റു ഇവിടെ ടിക്ക് പകരം ടാൻ എക്സ്, അതായത് ഇ ടാൻ എക്സിന് പകരം ഇ റേസ് ടു ടാൻ എക്സ് കൊടുത്തു. ഈ ടിക്ക് പകരം ടാൻ എക്സ് കൊടുത്തു. മൈനസ് 1 ഇൻറ്റു ഇ ടാൻ എക്സ് ഇ ടി എന്ന് പറഞ്ഞാൽ ഇ ടാൻ എക്സ് വരും പ്ലസ് സി എന്ന് കിട്ടും. അതിനുശേഷം ഈ ടാൻ എക്സിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ്, പുറത്തോട്ട് പോകുമ്പോൾ ഡിവിഷൻ ആവും.
അപ്പൊ ഇവിടെ ഈ ടാൻ എക്സും ഈ ടാൻ എക്സും ക്യാൻസൽ ചെയ്തിട്ട് ഇവിടെ 1 കിട്ടും. ഇവിടുത്തെ ടാൻ എക്സിന്റെ ഈ ടാൻ എക്സ് 1 ആവും. ഈ ടാൻ എക്സ് അങ്ങനെ തന്നെ വരും. അപ്പൊ ടാൻ എക്സ് മൈനസ് 1 വരും. പിന്നെ ഇവിടുത്തെ ഈ ടാൻ എക്സും കൂടി 1 ആയിട്ട്. അതായത് ഇവിടെ ഈ ടാൻ എക്സ് ക്യാൻസൽ ചെയ്ത് പോകും. ഇതും ക്യാൻസൽ ചെയ്തിട്ട് ബാക്കിയുള്ള ടാൻ എക്സ് വരും. ഇവിടുത്തെ ഈ ടാൻ എക്സും ക്യാൻസൽ ചെയ്തിട്ട് -1 വരും. പ്ലസ് സിയുടെ കൂടെ ഈ ടാൻ എക്സിന്റെ താഴെയാണ്, സിക്ക് താഴെയാണ് വരും. അത് മുകളിലേക്ക് ആവുമ്പോൾ ഈ റേഷ്യോ മൈനസ് ടാൻ എക്സ് ആവും. ഇപ്പൊ ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഇക്വേഷനിലേക്ക് കൊടുക്കാത്ത മാത്രമല്ല. ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. അടുത്തത് സോൾവ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ dy/dx പ്ലസ് y cot x പ്ലസ് 4x cosec x ഇഫ് y is equal to 0 when x is equal to π/2. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മുടെ ഇക്വേഷൻ ആയിരുന്നു dy/dx പ്ലസ് py is equal to q. അപ്പൊ ഇവിടുന്ന് പിയും ക്യൂ എഴുതാം. പി എന്ന് പറഞ്ഞതിന്റെ കൂടെയുള്ള ടേം cot x. അപ്പൊ നമുക്ക് p cot x എന്ന് കിട്ടും. q എന്ന് പറഞ്ഞ ഈക്വലിന് ഇപ്പുറത്തുള്ള ടേം 4x cosec x. അത് q ആണെന്ന് കിട്ടി. ഇനി ഇഫ് ഇൻഡിക്കേഷൻ കാണാം. ഇഫ് ഇൻഡിക്കേഷനിൽ ഇ റേസ് ടു ഇന്റഗ്രേഷൻ ഓഫ് പി ഡി എക്സ്. പി എന്ന് പറഞ്ഞാൽ കോട്ട് ആണ്. ഇന്റഗ്രേഷൻ ഓഫ് കോട്ട് എക്സ് ഡി എക്സ് ചെയ്ത് നമുക്ക് കിട്ടുന്നത് സൈൻ എക്സ് ആയിരിക്കും. സൈൻ എക്സ് എന്ന് കിട്ടും. ഇന്റഗ്രേഷൻ ഓഫ് കോട്ട് എക്സിന് ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ നമുക്ക് സൈൻ എക്സ് കിട്ടും. ഇനി ഇഫ് ഇക്വേഷനിലേക്ക് കൊടുക്കുക. വൈയുടെ സൊല്യൂഷൻ ഇതായിരുന്നു y ഇൻറ്റു ഇഫ് ഈക്വൽ ടു ഇന്റഗ്രേഷൻ ഓഫ് q ഇഫ് ഡി എക്സ് പ്ലസ് സി. ഇവിടെ ഇവിടെ ഇന്റഗ്രേഷൻ ചെയ്തപ്പോൾ കിട്ടിയത് സൈൻ എക്സ് ആണ്. ഈ y ഇൻറ്റു സൈൻ എക്സ് ഈക്വൽ ടു ഇന്റഗ്രേഷൻ ഓഫ് ക്യൂവിന്റെ വാല്യൂ 4x cosec x അത് കൊടുത്തു. ഈ സൈൻ എക്സ് പ്ലസ് സി കൊടുത്തു. ഇനി ഇവിടെ നമുക്ക് ഈ 4 കോൺസ്റ്റന്റ് ആണ്. അത് ഇന്റഗ്രേഷന് പുറത്തെടുത്തു. ഈ cosec എക്സിനെ 1/sin x എന്ന് എഴുതാം. 1/sin x എഴുതുമ്പോൾ ഈ സൈൻ എക്സും തമ്മിൽ ക്യാൻസൽ ചെയ്ത് പോകും. പ്ലസ് സി. അപ്പൊ ബാലൻസ് വരുന്നത് y sin x ഈക്വൽ ടു 4 ഇൻറ്റു എക്സ് ടേം മാത്രമേ ഉള്ളൂ. ഇവിടെ പ്ലസ് സി കിട്ടും. എക്സിന് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ x²/2 വരും. ഈ 2 4 ക്യാൻസൽ ചെയ്തിട്ട് 2x² വരും പ്ലസ് സി. അപ്പൊ നമുക്ക് y ഇൻറ്റു സൈൻ എക്സ് ഈക്വൽ ടു 2x² പ്ലസ് സി എന്ന് കിട്ടും. ഇവിടെ y-ക്ക് 0യും എക്സിന് π/2 വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ പറയുന്നത്. y 0 x π/2. അപ്പൊ y-ക്ക് 0 കൊടുക്കുമ്പോൾ 0 ഇൻറ്റു സൈൻ π/2 വരും. ഇവിടെ π/2 2π/2 പ്ലസ് സി. 2 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് മൊത്തം 0 ആയിട്ട് പോകും. അപ്പൊ 5 പ്ലസ് സി കിട്ടും. സിയുടെ വാല്യൂ -π എന്ന് കിട്ടും. അപ്പൊ y sin x ഈക്വൽ ടു 2x² - π എന്ന് കിട്ടും സിയുടെ വാല്യൂ. ക്ലിയർ ആണത്? ക്ലിയർ ആണ്. ഇനി വരുന്നത് ബെർണോളിസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ബെർണോളിസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ വെച്ചാൽ dy/dx പ്ലസ് py ഈക്വൽ ടു q ഇൻറ്റു y⁻n. അത് ഒരു y⁻n കൂടി ഉണ്ട്. അപ്പൊ നമുക്ക് y⁻n കൊണ്ട് എല്ലാ ടേമിനെയും ഡിവൈഡ് ചെയ്യാം. ഈ ഇക്വേഷനിൽ എല്ലാ ടേമിനെയും y/n കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ dy/dx കൂടെ ഡിവൈഡ് ചെയ്യുമ്പോൾ 1/y/n വരും. പ്ലസ് ഇവിടെ നമുക്കൊരു y ഉണ്ട് ഓൾറെഡി. പിന്നെ താഴെ വരുന്ന y⁻n ആണ്. അപ്പൊ ഈ y-നെ നമുക്ക് താഴേക്ക് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ p/y⁻n - 1 എന്ന് എഴുതാം. പിന്നെ ഇവിടുത്തെ y⁻n പോയിട്ടുണ്ടാവും. q എന്ന് കിട്ടും. ഈ ടേമിനൊക്കെ മുകളിലേക്ക് കൊണ്ടുവരാം. ഇത് മുകളിലേക്ക് കൊണ്ടുവരുമ്പോൾ ഈ ടേം മുകളിലേക്ക് വരുമ്പോൾ നെഗറ്റീവ് y⁻n dy/dx വരും. ഈ ടേം മുകളിലേക്ക് വരുമ്പോൾ അത് p ഇൻറ്റു y⁻1 - n ആവും. തിരിച്ചിടുക. n-നെ തിരിച്ചിടുമ്പോൾ 1 - n എന്ന് കിട്ടും. ഈക്വൽ ടു q ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് സെറ്റ് ചെയ്തു. ഇവിടെ വരെ ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഇനി z ഈക്വൽ ടു y⁻n ഇതിനെ നമുക്ക് z ആക്കി എടുക്കാം. z ഈക്വൽ ടു y⁻1 - n എന്ന് എഴുതി. ഇനി dz/dx ചെയ്യാം. dz/dx ഈക്വൽ ടു ഇതേ ഇൻറ്റു y⁻n - 1. അതായത് ഇതിനെ ഡിഫറൻസിയേഷൻ ചെയ്യണം പറയുന്നത്. ഇതിന് ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ ഫസ്റ്റ് dy/dz അങ്ങനെ കൊടുക്കുക. ഇതിന് ഡിഫറൻസിയേഷൻ ചെയ്യുന്ന സമയത്ത് ഈ y-യുടെ ടേമിന് ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ പവർ എന്താണോ അത് താഴെ എഴുതി ഇൻറ്റു y ഈ പവറിൽ 1 -1 എഴുതും. അപ്പൊ ഈ 1ഉം -1ഉം ക്യാൻസൽ ചെയ്തിട്ട് ഇവിടെ -n ബാലൻസ് വരും. പിന്നെ dy/dx കൂടെ y-യുടെ ടേമിൽ x-ന്റെ ടേമിൽ ഡിഫറൻസിയേഷൻ ചെയ്യുന്നത് കൊണ്ട് ഒരു dy/dx കൊണ്ട് വരും. അപ്പൊ ഇക്വേഷൻ ഒന്നുകൂടി സെറ്റായി. 1 - n y⁻n dy/dx dz/dx is equal to 1 - n y⁻n dy/dx. ഇവിടെ ക്ലിയർ ആണോ? ക്ലിയർ ആണ്.
ഇനി ഇത് കൊണ്ടുവന്നിട്ട് ഇത് ഇക്വേഷൻ കൊണ്ടുവന്നിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ 1 ഫസ്റ്റത്തെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനാണ് പറയുന്നത്. ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇവിടുത്തെ dz/dx ന്റെ കൂടെ 1/1 മൈനസ് n p പ്ലസ് q ഈക്വൽ ടു p പ്ലസ് z ഈക്വൽ ടു q എന്ന് കിട്ടും. സെഡിന്റെ ടേമിലായി അപ്പൊ ഇത് ടേം സെഡ് ആയിട്ട് എടുത്തേക്കണം. അപ്പൊ ഇത് നമുക്ക് എന്താ പറയുക സെഡ് എന്ന് കൊടുക്കാം, പി സെഡ് ആയിട്ട് ഇവിടെ നമുക്ക് y റേസ് ടു 1 മൈനസ് എന്നിനെ സെഡ് ആക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പിയുടെ കൂടെ സെഡ് വരും, പി സെഡ് വന്നു, ഇപ്പുറത്ത് q അങ്ങനെ തന്നെ വന്നു. ഇവിടെ നമുക്ക് y റേസ് ടു n മൈനസ് 1 dy/dz ആണ്. അപ്പൊ ഇവിടെ നമുക്ക് ഈ ടേം കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇത് പോയി കഴിഞ്ഞാൽ ഇവിടെ 1 മൈനസ് n വരും, 1/1 മൈനസ് n വരും, അത് 1/1 മൈനസ് n dz/dx വരും. ഇനി ഈ 1 മൈനസ് n കൊണ്ട് ഇപ്പുറത്തെ ടേമിന് എൽസി എടുക്കുമ്പോൾ താഴെ എടുക്കുന്നതുകൊണ്ട് ഇതിനെ എൽസി എടുത്ത് അപ്പുറത്തോട്ട് മാറ്റാം. അപ്പൊ നമുക്ക് ഇവിടെ ഇവിടെ നമുക്ക് ഇല്ലാത്തത് കൊണ്ട് ഡിവൈഡ് ചെയ്യുക, 1 മൈനസ് n കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ dy/dx കിട്ടും. ഇവിടെയും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 മൈനസ് n pz ഈക്വൽ ടു 1 മൈനസ് n q എന്ന് കിട്ടും. നമുക്ക് ഇക്വേഷൻ ആയിട്ട് മാറി. ക്ലിയർ ആണത്? ബെർണോളിസിന്റെ ഇക്വേഷൻ ആണ് വരുന്നത് dy/dz 1 മൈനസ് n dy/dz പ്ലസ് 1 മൈനസ് n pz ഈക്വൽ ടു 1 മൈനസ് n q എന്ന് കിട്ടും. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. നമുക്ക് അതിനൊരു ക്വസ്റ്റ്യൻ നോക്കാം. dy/dx പ്ലസ് x സൈൻ 2y ഈക്വൽ ടു s ക്യൂബ് cos സ്ക്വയർ y. ഇവിടെ നമുക്ക് ഇതിന്റെ കൂടെ ഈ cos സ്ക്വയർ y നെ കളയാൻ വേണ്ടിയിട്ട് ഡിവൈഡ് ചെയ്യുക. cos സ്ക്വയർ y കൊണ്ട് എല്ലാ ടേമിനെയും ഡിവൈഡ് ചെയ്യുക. cos സ്ക്വയർ y എന്ന് പറയുമ്പോൾ താഴെ 1/cos സ്ക്വയർ y ആണ്. അപ്പൊ നമുക്ക് ഇതിനെ സി സ്ക്വയർ x y എന്ന് എഴുതാം. ഈ ടേമിന് ഈ dy/dx നമുക്ക് cos സ്ക്വയർ y കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1/ ഇപ്പൊ താഴേക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ താഴെയല്ലേ വരാം. അപ്പൊ താഴെ വരുമ്പോൾ 1/cos സ്ക്വയർ y എന്നായി. താഴെ വരുമ്പോൾ 1/cos സ്ക്വയർ y എന്നായി. ഇതിനെ നമുക്ക് എന്ന് എഴുതാം, സി സ്ക്വയർ y എന്ന് എഴുതാം. അങ്ങനെയാണ് ഈ സി സ്ക്വയർ y ഇവിടെ വന്നത്. പ്ലസ് ഇവിടെ x ഇൻറ്റു സൈൻ 2y ഡിവൈഡ് ബൈ cos സ്ക്വയർ y ഈക്വൽ ടു ഈ cos സ്ക്വയർ y പോയി കഴിഞ്ഞാൽ ഇവിടെ s ക്യൂബ് വരും. ഇവിടെ താഴെ cos സ്ക്വയർ y വരുമ്പോൾ ക്യാൻസൽ ചെയ്തിട്ട് s ക്യൂബ് വരും. ഇവിടെ വരെ ക്ലിയർ ആണോ? അതായത് ഈ ഇക്വേഷനെ മൊത്തം ഈ cos സ്ക്വയർ y കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ dy/dx നെ cos സ്ക്വയർ കൊണ്ട് y ഡിവൈഡ് ചെയ്യുമ്പോൾ താഴെ ഇവിടെ നമുക്ക് ഈ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് താഴെ cos സ്ക്വയർ y വരും. അപ്പൊ താഴെ cos സ്ക്വയർ y എന്ന് വെച്ചാൽ 1/cos സ്ക്വയർ y ആണ്. ഈ 1/cos സ്ക്വയർ y നെ നമുക്ക് എന്ന് കൊടുക്കാം, സി സ്ക്വയർ y എന്ന് എഴുതാം. അങ്ങനെയാണ് ഇവിടെ നമുക്ക് സി സ്ക്വയർ y കിട്ടിയത്. 1/cos സ്ക്വയർ y നെ നമുക്ക് 6 സ്ക്വയർ y എന്ന് എഴുതാം. അപ്പൊ ഈ ടേം കൂടെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ 1/cos സ്ക്വയർ y വരും. അതിന് നമുക്ക് സി സ്ക്വയർ y എന്ന് എഴുതാം. കൂടെ dy/dx വരും. പ്ലസ് ഇവിടെ ഇതിന് താഴെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു cos സ്ക്വയർ y വരും. ഇവിടത്തെ cos സ്ക്വയർ y താഴെ ഒരെണ്ണം കൂടി വരുന്ന സമയത്ത് ഇത് ക്യാൻസൽ ചെയ്തിട്ട് രണ്ടും ക്യാൻസൽ ചെയ്ത് പോയിട്ട് എസ് ക്യൂബ് വരും. ക്ലിയർ ആണോ? ക്ലിയർ. ഇനി ഇവിടെ നമുക്ക് സൈൻ 2x നെ നമുക്ക് ഇങ്ങനെ എഴുതാം, 2 ഇൻറ്റു സൈൻ എക്സ് കോസ് എക്സ് എന്ന് എഴുതാം. ഇതൊരു ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ആണ്. അപ്പൊ നമുക്ക് ഇവിടുത്തെ എക്സ് ഈ ടേമിന് ഈ എക്സ് സൈൻ 2y എന്ന് എഴുതാം, 2 സൈൻ y കോസ് y എന്ന് എഴുതാം. രണ്ടും രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. എന്നിട്ട് ഈ കോസ് സ്ക്വയറില കോസ് y നെ ആയിട്ട് ക്യാൻസൽ ചെയ്ത് കളയാം, ഈക്വൽ ടു എസ് ക്യൂബ് എന്ന് എഴുതി. ഇനി ഇത് പോയി കഴിയുമ്പോൾ ഒരു സൈൻ വൈയും y കോസ് y ആണ് വരാം. സൈൻ y കോസ് y എന്ന് പറയുന്നത് ടാൻ y ആണ്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ സി സ്ക്വയർ y dy/dx പ്ലസ് ഇവിടുത്തെ 2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2x ഈ സൈൻ y കോസിനെ ടാൻ y എന്ന് എഴുതാം, ഈക്വൽ ടു എസ് ക്യൂബ് എന്ന് കിട്ടും. ഇവിടെ വരെ ക്ലിയർ ആണോ? ക്ലിയർ. ഇനി നമുക്ക് z ഈക്വൽ ടു ടാൻ y എന്ന് കൊടുക്കാം. z ഈക്വൽ ടു ടാൻ y ആണെങ്കിൽ dz/dx കാണാം. ഈ ടാൻ y നെ ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ നമുക്ക് സി സ്ക്വയർ y ഇൻറ്റുവിന്റെ കൂടെ നമുക്ക് എന്ത് വരും, ഒരു dy/dx വരും. അതിവിടെ z ടാൻ y ആയിട്ട് എടുത്തുകൊണ്ട് dz/dx ചെയ്യുന്ന സമയത്ത്, z ന്റെ ടേമിൽ ഡിഫറൻസിയേഷൻ ചെയ്യുന്ന സമയത്ത് ടാൻ x
വൈയുടെ ടേം അല്ലേ ഇത്, വൈനെ എക്സിന്റെ ടേമിൽ ഡിഫറൻസിയേഷൻ ചെയ്യാം. ഈ സെഡിനെ എക്സിന്റെ ടേമിൽ ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ നമുക്ക് വൈ എടുക്കുന്നത്, അതുകൊണ്ട് ഇതിനെ ഡിഫറൻസിയേഷൻ ചെയ്തിട്ട് സി സ്ക്വയർ വൈ എന്ന് കിട്ടും. കൂടെ എക്സിന്റെ ടേം ആയിരുന്നു, അപ്പൊ പാർഷ്യലി കൊടുക്കുമ്പോൾ ഡി വൈ ബൈ ഡി എക്സ് വരും കൂടെ. ഇനി നമ്മുടെ ഇക്വേഷൻ എഫ് ഡാഷ് ഓഫ് വൈ ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് പി ഓഫ് എഫ് വൈ is equal to 2. ഈ ഒരു ഫോർമാറ്റിൽ നമ്മുടെ ഇക്വേഷൻ ഒക്കെ എടുക്കുന്നത്. ഇനി ഈ ടേം എടുക്കുമ്പോൾ ഡി സെഡ് ബൈ ഡി എക്സ്, ഇത് മൊത്തം എന്തായി മാറി, സി സ്ക്വയർ ബൈ ഡി വൈ ബൈ ഡി എക്സിനെ നമുക്ക് ഇതിന് പകരം ഡി സെഡ് ബൈ ഡി എക്സ് എഴുതി കൂടെ. ഇതാണ് നമുക്ക് സെഡിനെ ടാൻ എക്സ് വൈ എന്ന് എടുത്തുകൊണ്ട് ഡി സെഡ് ബൈ ഡി എക്സ് ചെയ്തപ്പോൾ നമുക്ക് സി സ്ക്വയർ വൈ ബൈ ഡി വൈ ബൈ ഡി എക്സ് കിട്ടി. അപ്പൊ ഇത് ഇവിടെ എടുക്കുന്ന ഈ ടേമിനെ മൊത്തം നമുക്ക് നിന്ന് കൊടുക്കാം, ഡി സെഡ് ബൈ ഡി എക്സ് എന്ന് കൊടുക്കാം. ഇത് ഡി സെഡ് ബൈ ഡി എക്സ് എന്നായി. ഇപ്പുറത്തെ 2x, ഇത് സെഡ് ആണ്, അതുകൊണ്ട് നമുക്ക് ഇതിനെ സെഡ് എന്ന് എഴുതാം, ഈക്വൽ ടു എസ് ക്യൂബ്. ഇവിടെ വരെ ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഇനി ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് പിയും ക്യൂവും കണ്ടെത്താം. ക്യൂ എന്ന് പറയുന്നത് ഇവിടെ എസ് ക്യൂബ്, അപ്പൊ ക്യൂ എക്സ് ക്യൂബ് എന്ന് കിട്ടി. ഇനി ഈ ടേം എന്ന് പറയുമ്പോൾ ഇത് പി സെഡ് ആണ് കിടക്കുന്നത് അല്ലെ, പി ഓഫ് സെഡ്. അപ്പൊ പിയുടെ വാല്യൂ എന്ന് കിട്ടി 2x എന്ന് കിട്ടി. അപ്പൊ പി 2x എന്ന് കിട്ടി, ക്യൂ എക്സ് ക്യൂബ് എന്ന് കിട്ടി ഈ ഇക്വേഷനിൽ നിന്ന്. അതിനുശേഷം ഇഫ് കണ്ടെത്താം. ഇഫ് കണ്ടെത്തുമ്പോൾ ഈ റേസ്റ്റ് ഇന്റഗ്രേഷൻ ഓഫ് പി ഡി എക്സ് ആണ്. പി ഇവിടെ തന്നിരിക്കുന്നത് 2x ആണ്. 2xന് ഇന്റഗ്രേഷൻ ചെയ്യാം. 2xന് ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ 2x² ബൈ 2 വരും. 2 ക്യാൻസൽ ചെയ്തിട്ട് ഈ റേസ്റ്റ് x² ഇടും. ഇതിപ്പോ നമുക്ക് ഇഫ് കിട്ടി. ഇനി സെഡ് ഇൻഡിക്കേഷൻ കൊടുക്കുക. സെഡ് ഇൻറ്റു ഇഫ് ഈക്വൽ ടു ഇന്റഗ്രേഷൻ ഓഫ് ക്യൂ ഇഫ് ഡി എക്സ് പ്ലസ് സി. ഈ ഇക്വേഷനിൽ സെഡിന്റെ ഇഫിന്റെ വാല്യൂ ഇ റേസ്റ്റ് x² കൊടുത്തു, ക്യൂവിന്റെ വാല്യൂ എസ് ക്യൂബ് ആണ്, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇഫിന്റെ വാല്യൂ ഇ x² ഡി എക്സ് പ്ലസ് സി. ഇനി ഇത് എക്സ് ക്യൂബിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എക്സ് ഇൻറ്റു x² എന്നാക്കി, ഇൻറ്റു ഇ റേസ്റ്റ് x² ഡി എക്സ് എന്ന് എഴുതി. ഇപ്പൊ നമുക്ക് ഈ x² ടേമിനെ ഒരുമിച്ച് നിന്ന് എഴുതാം, ടി എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ നമുക്ക് 2x എന്ന് കിട്ടും. 2xൽ ഒരു എക്സ് മാത്രമുള്ള ഇവിടെ നമുക്ക് 2 ഇല്ല. അങ്ങനെയാണെങ്കിൽ 2 കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ 2വിനെ നമുക്ക് ഇപ്പുറത്തോട്ട് എടുത്താൽ മതി. അതായത് ഇതിനെ ഈ ടീനെ ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ x² ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ ഡി ടി ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2x ആണ്. 2x dx എന്ന് കിട്ടും. നമ്മുടെ ക്വസ്റ്റ്യനിൽ ഒരു എക്സും x² മാത്രമേ ഉള്ളൂ, ഇവിടെ ഒരു 2 ഇല്ല. അതുകൊണ്ട് ഈ 2വിനെ നമുക്ക് എന്ത് ചെയ്യാം, ഡി ടിയുടെ ടേബിലേക്ക് കൊണ്ടുവരാം. അപ്പൊ ഇവിടുത്തെ മൾട്ടിപ്ലിക്കേഷൻ ഇപ്പുറത്തോട്ട് ഡിവിഷൻ ആവും. അപ്പൊ 1/2 ഡി ടി ഈക്വൽ ടു എക്സ് ഡി എക്സ് എന്ന് കിട്ടും. അപ്പൊ എക്സും ഡി എക്സും ഇവിടെ ഓൾറെഡി ഉണ്ട്, ഇല്ലാത്തത് ഡി ടിയുടെ കൂടെ എന്ത് കൊടുത്താൽ മതി, 1/2 കൊടുത്താൽ മതി. അപ്പൊ ഇക്വേഷൻ നിങ്ങൾ നോക്കിയേ, x² എന്നുള്ളത് ടി ആയി. ഇത് ടി കിട്ടി, ഇക്ക് റേസ്റ്റ് x² ആണ്, അതുകൊണ്ട് ഇ റേസ്റ്റ് ടി എന്ന് കിട്ടി. ഈ ഡി എക്സിന് പകരം നമ്മ എക്സ് ഡി എക്സിന് പകരം ഈ എക്സിനും ഈ ഡി എക്സിനും പകരം ഹാഫ് ഡി ടി കൊടുക്കാം. അപ്പൊ നമുക്ക് ഡി ടി ബൈ 2 വരും, പ്ലസ് സി എന്ന് കിട്ടും. ഇവിടെ ക്ലിയർ ആണോ? ക്ലിയർ ആണ്. സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ചെയ്തു. എന്നിട്ട് ഇവിടുത്തെ 1/2 2വിനെ പുറത്തോട്ട് ഇടും. ഈ 1/2 ആയിട്ട് പുറത്തോട്ടിട്ട് ടി ഇൻറ്റു ഇ റേസ്റ്റ് ടി ഡി ടിനെ ഇന്റഗ്രേറ്റ് ചെയ്തു. അപ്പൊ 1/2 കോൺസ്റ്റന്റ് ആണ്, ഇതിനെ യു വി ഫോമിൽ ഇന്റഗ്രേറ്റ് ചെയ്യുക. അപ്പൊ ടീനെ അങ്ങനെ തന്നെ നിർത്തി, ഇ റേസ്റ്റ് ടീനെ ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ അത് തന്നെ വരും, മൈനസ് ടീനെ ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ അവിടെ 1 വരും, ഇ റേസ്റ്റ് ടി അങ്ങനെ തന്നെ വരും, പ്ലസ് സി. അപ്പൊ ഇ റേസ്റ്റ് സെഡ് ഇ x² ഈക്വൽ ടു ഇവിടുത്തെ ഹാഫ് അങ്ങനെ വരും. ഇ ടി രണ്ടിലും കോമൺ ആണ്, കോമൺ ആയി ഇ ടിനെ പുറത്തിട്ടു, ഇവിടെ ഒരു ടി വരും, ഇവിടെ ഒരു -1 വരും. അപ്പൊ നമുക്ക് ടി -1 പ്ലസ് സി എന്ന് കിട്ടും. ഈ ടിക്ക് സ്ഥാനത്തൊക്കെ നമുക്ക് x² സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ ഹാഫ് ഇ x², ഇവിടുത്തെ ടിക്കും x² -1 പ്ലസ് സി എന്ന് കിട്ടും. അതിനുശേഷം സെഡിന്റെ വാല്യൂ ടാൻ വൈ എന്നായിരുന്നു, അതും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ ടാൻ വൈ ഇ x² ഈക്വൽ ടു 1/2 ഇ x² ഇൻറ്റു x² -1 പ്ലസ് സി എന്ന് കിട്ടും. ഇതിൽ നമുക്ക് ടാൻ വൈ ആണ് കാണേണ്ടത്. അപ്പൊ ഈ x² പുറത്തോട്ട് കൊണ്ടുവരാം. ഈ x² പുറത്തോട്ട് ഇവിടെ കോമൺ ആയിട്ട് ഈ x² ഉണ്ടായിരുന്നത് ക്യാൻസൽ ചെയ്ത് പോകും. ബാലൻസ് ഇവിടെ x² -1 ഡിവൈഡ് ബൈ 2 വരും. ഇതിന്റെ കൂടെ താഴെ ഇ റേസ്റ്റ് -x² വരും. അത് മുകളിലേക്ക് ആക്കുമ്പോഴാണ് ഇവിടെ മൈനസ് ഇ റേസ്റ്റ് x² സിയുടെ കൂടെ വരും. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഹലോ, ക്ലിയർ ആണ്. ക്ലിയർ ആണ്. ഓക്കെ. ഇനി അടുത്ത മെത്തേഡാണ് എക്സ്റ്റാക്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇവിടെ നമുക്ക് എം ഇൻറ്റു എക്സ് വൈ ഡി എക്സ് പ്ലസ് എൻ ഇൻറ്റു എക്സ് വൈ ഡി വൈ ഈക്വൽ 0. ഈ ഒരു ഫോമാണ് വരിക. അപ്പൊ ഡി എം ബൈ ഡി വൈയും അത് ഡി എൻ ബൈ ഡി എക്സും ഈക്വൽ ആയിരിക്കുന്നു. ഇവിടുത്തെ കണ്ടീഷനിൽ ഡി എം ബൈ ഡി വൈ ചെയ്താലും അതുപോലെ ഡി എൻ ബൈ ഡി എക്സ് ചെയ്താലും അത് ഈക്വൽ ആയിരിക്കും. സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇന്റഗ്രേഷൻ ഓഫ് എം ഡി എക്സ്
അപ്പൊ y ഇവിടെ എം ഡി എക്സ് എടുക്കുമ്പോൾ വൈയുടെ ടേമിലാണെങ്കിൽ y കോൺസ്റ്റന്റ് ആയിരിക്കും പ്ലസ് ഇന്റഗ്രേഷൻ ഓഫ് ടേംസ് ഓഫ് എൻ ഡി വൈ അപ്പൊ വിത്തൗട്ട് എക്സ് പ്ലസ് ഈക്വൽ ടു സി. ഇതാണ് സൊല്യൂഷൻ. അത് എക്സ്ട്രാ ഡിഫറൻഷ്യൽ ഇക്വേഷൻ കാണുന്നെങ്കിൽ എം എക്സ് വൈ ഡി എക്സ് പ്ലസ് എൻ എക്സ് വൈ ഡി വൈ ഈക്വൽ 0 ആണ് ഇക്വേഷൻ. ഇതിൽ ഡി എം ബൈ അല്ല ഡോ എം ബൈ ഡോ വൈ ചെയ്യുന്ന സമയത്ത് ഡോ എൻ ബൈ ഡോ എക്സ് ചെയ്യുന്നതും ഈക്വൽ ആയിരിക്കും. ഇതിൽ എമ്മിന്റെ ടേമിൽ ഡിഫറൻസിയേഷൻ ചെയ്യുന്നു, എമ്മിനെ വൈയുടെ ടേമിൽ ഡിഫറൻസിയേഷൻ ചെയ്യുന്നതും എന്നിനെ എക്സിന്റെ ടേമിൽ ഡിഫറൻസിയേഷൻ ചെയ്യുന്നതും ഈക്വൽ ആയിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ സൊല്യൂഷൻ വരുന്നത് ഇന്റഗ്രേഷൻ ഓഫ് എം ഡി എക്സ് പ്ലസ് ഇന്റഗ്രേഷൻ ടേംസ് ഓഫ് എൻ ഡി വൈ ഈക്വൽ ടു സി ആയിരിക്കും. നമുക്ക് പ്രോബ്ലം നോക്കാം. ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് എക്സ് സ്ക്വയർ മൈനസ് 4xy മൈനസ് 2y സ്ക്വയർ ഡി എക്സ് പ്ലസ് വൈ സ്ക്വയർ മൈനസ് 4xy പ്ലസ് 2x സ്ക്വയർ ഡി വൈ. ഇതിൽ എമ്മിന്റെ ടേം എന്ന് പറയുന്നത് ഡി എക്സിന്റെ കൂടെ ഉള്ളത് എം, അതായിരുന്നു നമ്മുടെ ഇക്വേഷൻ. എക്സിന്റെ കൂടെ ഉള്ളത് എം എക്സ് വൈയും വൈയുടെ കൂടെ ഉള്ളത് എൻ എക്സ് വൈയും. അപ്പൊ നമുക്ക് ഇതിൽ നിന്നും ഫസ്റ്റത്തെ ടേം എമ്മിന്റെ ഇക്വേഷൻ നമുക്ക് ഇതിൽ നിന്ന് എം എടുക്കുക. ഈ ടേം എം ആയിട്ടും ഈ ടേം എൻ ആയിട്ടും എടുത്തു. ഇത് എമ്മും ഇത് എന്നും കിട്ടി. ഇനി എമ്മിനെ വൈയുടെ ടേമിൽ ഡിഫറൻസിയേഷൻ ചെയ്യാം. വൈയുടെ ടേമിൽ ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഒരു ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം. ഫസ്റ്റ് ടേമിൽ വൈ ഒന്നും ഇല്ലാത്തത് കൊണ്ട് അത് കോൺസ്റ്റന്റ് എക്സ് സ്ക്വയർ ആണ്, അപ്പൊ അത് 0 ആയിട്ട് പോയി. ഇനി ഇവിടെ എക്സും വൈയും ഉണ്ട്, അതുകൊണ്ട് വൈനെ ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ നമുക്ക് 1 കിട്ടും. 1 × -4x എന്ന് പറയുമ്പോൾ -4x കിട്ടും. ഇവിടെ 2y സ്ക്വയർ ആണ്, y സ്ക്വയർ ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ 2 × 2 4y പവർ 1 വരും. അപ്പൊ ദോ എം ബൈ ദോ വൈ ആയി. ഇനി ഇപ്പുറത്തെ ടേമിനെ എന്നിനെ എക്സിന്റെ ടേമിൽ ഡിഫറൻസിയേഷൻ ചെയ്യാം. ഈ ടേം y സ്ക്വയർ ആണ്, അവിടെ എക്സ് ഇല്ലാത്തത് കൊണ്ട് ഇത് 0 ആയിട്ട് പോകും. ഇവിടെ ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ -4x 1 ആവും, y വരും. -4y വരും, -2 × 2 4x വരും. ഇപ്പൊ നോക്കിയേ, ഈ ടേം തന്നെ ഇവിടെയും കിടക്കുന്നത്. ഇവിടെ -4x -4y, ഇതൊന്നും തിരിച്ചിട്ട് -4x -4y. അപ്പൊ ദോ എം ബൈ ദോ വൈയും ദോ എൻ ബൈ ദോ എക്സും ഈക്വൽ ആണ്. അപ്പൊ നമുക്ക് തന്നിട്ടുള്ളത് എക്സാക്റ്റ് ആണെന്ന് മനസ്സിലായി. ഈക്വൽ ആയതുകൊണ്ട് അത് എക്സാക്റ്റ് ആണ്. നമുക്ക് ഒരു സൊല്യൂഷനിലേക്ക് പോവാം. കൂടുതൽ ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഈ സൊല്യൂഷനിലേക്ക് പോകുമ്പോൾ ഇന്റഗ്രേഷൻ ഓഫ് എം ഡി എക്സ് പ്ലസ് ഇന്റഗ്രേഷൻ ടേംസ് ഓഫ് എൻ ഡി വൈ ഈക്വൽ സി എന്ന് പറയണം. അപ്പൊ എമ്മിനെ ഇന്റഗ്രേഷൻ ചെയ്യുക ഡി എക്സ് ഇൻറ്റു ഈ ടേം. അവിടെ നമുക്ക് എക്സിന്റെ ടേം ഇല്ല എന്ന് പറഞ്ഞു. വൈ സ്ക്വയർ ഡി വൈ ഈക്വൽ ടു 0 വിത്തൗട്ട് എക്സ്. അപ്പൊ വൈ സ്ക്വയർ ഡി വൈ ഈക്വൽ ടു 0 എന്ന് വരും. ബാക്കി എക്സിന്റെ ടേം ഉള്ളതൊന്നും വേണ്ടാന്ന് എന്നിൽ. അപ്പൊ ഇത് എക്സിന്റെ ടേം ആണെങ്കിൽ ഇവിടെ വൈയുടെ ടേം ആയതുകൊണ്ട് ഇവിടെ എക്സ് ഉള്ളത് കൊണ്ട് ഈ ടേം മൊത്തം 0 ആയിട്ട് പോകും. അപ്പൊ ഇവിടെ ബാലൻസ് വൈ സ്ക്വയർ മാത്രം വരും. അതാണ് ഇന്റഗ്രേഷൻ ഓഫ് വൈ സ്ക്വയർ വരുന്നത്. ഇവിടെ നമുക്ക് എക്സിന്റെ ടേം മൊത്തം വരുന്നുണ്ട്. വൈനെ കോൺസ്റ്റന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ എക്സ് സ്ക്വയർ മൈനസ് 4xy മൈനസ് 2y സ്ക്വയർ, അത് അങ്ങനെ തന്നെ വരും. ഇതിന് ഇന്റഗ്രേഷൻ ചെയ്യുക, ഇതിന് ഇന്റഗ്രേഷൻ ചെയ്യുക. ഇവിടെ ഇന്റഗ്രേഷൻ ഓരോ ടേം ആയിട്ട് ഇന്റഗ്രേഷൻ ചെയ്യുക. എക്സ് സ്ക്വയർ ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ x³ 3 കിട്ടും, മൈനസ് 4xy. ഇപ്പൊ എക്സിന് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ വരും. ഇവിടെ 4x²y/2 വരും. ഈ 2 4 ക്യാൻസൽ ചെയ്തിട്ട് 2x²y വരും. ഇവിടെ നമുക്ക് എക്സിന്റെ ടേമിൽ ഡിഫറൻസ് ഇന്റഗ്രേഷൻ ചെയ്യുന്നത്. അപ്പൊ എക്സ് ഇല്ലാത്തത് കൊണ്ട് 2y² x എന്ന് കിട്ടും. വൈനെ കോൺസ്റ്റന്റ് ആയിട്ട് എടുത്തുകൊണ്ട് 2y² x എന്ന് കിട്ടും. പ്ലസ് ഇവിടുത്തെ y² ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ y³ 3 എന്ന് കിട്ടും, മൈനസ് ഈക്വൽ ടു സി എന്ന് കിട്ടും. ഇനി ഇതിനൊന്നും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇതൊന്നും കൂടി കറക്റ്റ് ആയിട്ട് എഴുതാം. x³ മൈനസ് ഇവിടുത്തെ 2x² മൈനസ് ഇവിടുത്തെ 2xy² പ്ലസ് y³ ഈക്വൽ ടു സി എന്ന് കിട്ടി. ഇനി 3 കൊണ്ട് 3നെ ഇപ്പുറത്തോട്ട് എടുക്കുക. അതായത് 3നെ ഈ ഡിവൈഡ് ബൈ 3നെ കളയാൻ വേണ്ടി ബാക്കിയുള്ള എല്ലാ ടൈമിനും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ ഈ 3നെ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 × 2 6x² വരും. ഇവിടെ 2 × 3 6xy² വരും. ഇവിടുത്തെ 3 ക്യാൻസൽ ചെയ്ത് നോക്കും. നമ്മുടെ ഇക്വേഷൻ x³ മൈനസ് 6x² മൈനസ് 6xy² പ്ലസ് y³ ഈക്വൽ സി എന്ന് കിട്ടും. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഇനി ഇവിടെ വരുന്ന ഹയർ ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വരുമ്പോൾ അവിടെ ഹോമോജീനിയസ് ഉണ്ട്, നോൺ ഹോമോജീനിയസ് ഉണ്ട്. ഹോമോജീനിയസ് ആകുമ്പോൾ ഇക്വേഷൻസ് ഈക്വൽ 0 വരും. നോൺ ഹോമോജീനിയസ് ആണെങ്കിൽ ഇക്വേഷൻസ് ഈക്വൽ ടു ഇ ആയിരിക്കും. ഈ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ വരും, ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ വരും, പോളിനോമിയൽ വരും, അതുപോലെ പ്രൊഡക്റ്റ് റൂൾ വരും. അതെങ്ങനെയാണ് നോക്കാം. ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ വരുമ്പോഴാണ് നമുക്ക് ഇക്വേഷൻ ഇങ്ങനെ വരാം. sec x tan x ഒക്കെ വരുന്നത് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ആണ്. അപ്പൊ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ നോക്കാം എങ്ങനെയാണ്. അത് dy/dx ഈക്വൽ ടു f of xy. അതായത് f of xy യുടെ കൂടെ
നമുക്ക് എഫ് ഓഫ് എക്സ് വൈ ആയിരുന്നു. എഫ് ഓഫ് എക്സ് വൈയുടെ കൂടെ ഒരു ലാംഡ കൊടുക്കാം നമുക്ക്. ലാംഡ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ എഫ് ഓഫ് ലാംഡ എക്സ് ലാംഡ വൈ വരും. ഇപ്പൊ രണ്ടിൽ നിന്ന് ലാംഡനെ പുറത്തെടുക്കുകയാണെങ്കിൽ ലാംഡ ഡേസ് ടു എൻ എന്നായിട്ട് പുറത്തെടുക്കാം. അപ്പൊ ഈ ടേം മൊത്തം എന്തായിട്ട് മാറി? എഫ് ഓഫ് എക്സ് വൈ ആണ്, ലാംഡ എൻ ആണ് പുറത്തു വരുന്നത്. അപ്പൊ എഫ് ഓഫ് ലാംഡ എക്സ് ലാംഡ വൈ എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് വൈ തന്നെയായിരിക്കും ലാംഡ എന്ന് പുറത്തെടുക്കണമെങ്കിൽ. ഇവിടെ ഡി വൈ ബൈ ഡി എക്സ് ഓഫ് എക്സ് തന്നിട്ടുണ്ട്. വൈ എന്ന് പറഞ്ഞേക്കുന്നത് വി എക്സ് ആയിട്ട് തന്നിരിക്കുന്നത്. അപ്പൊ വി പ്ലസ് എക്സ് ഡി വി ബൈ ഡി എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വി എക്സ്. ഡി വൈ ഇതിന് ഡി വൈ ബൈ ഡി എക്സ് ചെയ്യുമ്പോൾ വീനകത്തണത് എക്സിന്റെ ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ 1 ആവും. പ്ലസ് എക്സ് ഇൻറ്റു ഡി വി ബൈ ഡി എക്സ്. വിയുടെ ഡിഫറൻസിയേഷൻ ഡി വി ബൈ ഡി എക്സ് വരും. വി എന്ന് പറഞ്ഞാൽ എക്സസ് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ വൈ ബൈ എക്സ് എന്ന് കിട്ടും. ഇക്വേഷൻ നോക്കാൻ വേണ്ടി പറയണമെന്നില്ല. നമുക്ക് ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാം? സോൾവ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എക്സ് ഇൻറ്റു ഡി വൈ മൈനസ് വൈ ഡി എക്സ് ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡി എക്സ് എന്നാണ് വന്നേക്കുന്നത്. അപ്പൊ ഇതിനെ സോൾവ് ചെയ്യാനാ പറഞ്ഞേക്കുന്നത്. അപ്പൊ എക്സിന്റെ ടേമുകൾ ഒരുമിച്ചാക്കി. ഇത് ഡി എക്സിന്റെ ടേം ആണ്, ഇത് ഡി എക്സിന്റെ ടേം ആണ്. അപ്പൊ ഈ മൈനസ് വൈ ഡി എക്സിനെ നമുക്ക് ഇക്വലിനെ അപ്പുറത്തോട്ടുണ്ടാവും. അപ്പൊ എക്സ് ഡി വൈ ഈക്വൽ ടു ഈ ടേം അങ്ങനെ തന്നെ എഴുതാം. ഈ മൈനസ് വൈ പുറത്തോട്ട് പോകുമ്പോൾ പ്ലസ് വൈ ആയി. രണ്ടിൽ നിന്നും കോമൺ ആയിട്ട് ഡി എക്സിനെ പുറത്തേക്ക് എടുത്തു. അപ്പൊ നമുക്ക് എക്സ് ഡി വൈ ഈക്വൽ ടു വൈ പ്ലസ് റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡി എക്സ് കിട്ടി. എനിക്കിനി വേണ്ടത് ഈ ഡി എക്സിന് ഇപ്പുറത്തോട്ട് കൊണ്ടുവരാം, എക്സിനെ അപ്പുറത്തോട്ട് കൊണ്ടുവരാം. അപ്പൊ ഈ ഡി എക്സിന് ഇപ്പുറത്തോട്ട് പോകുമ്പോൾ ഡി വൈ ബൈ ഡി എക്സ് എന്ന് വരും. ഈ എക്സ് പുറത്തോട്ട് വരുമ്പോൾ ഹോൾ ഡിവൈഡ് ബൈ മൾട്ടിപ്ലിക്കേഷൻ ആണ്, ഹോൾ ഡിവൈഡ് ബൈ എക്സ് എന്ന് കിട്ടും. ഇപ്പൊ ഈ ടേം ആണ് നമ്മുടെ എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത്. ഇവിടെ വരെ ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറഞ്ഞ വൈ ഈക്വൽ ടു വി എക്സ്. വൈയുടെ സ്ഥാനത്ത് വി എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വി എക്സ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട്. അപ്പൊ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു വൈയുടെ സ്ഥാനത്ത് വി ബൈ എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം പറയണം. അപ്പൊ വൈ ഇവിടെ ഇവിടെ എക്സ് ഉണ്ട്, ഇതിനെ സെപ്പറേറ്റ് ചെയ്യാം. രണ്ട് ടേമിന് സെപ്പറേറ്റ് ആയിരുന്നു. ഇവിടെ വൈ ബൈ എക്സും ഇവിടെ എക്സ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡിവൈഡ് ബൈ എക്സ് എന്നുള്ള രണ്ട് ടേം ആവും. അപ്പൊ ഇവിടെ നമ്മോട് വി ബൈ എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വൈയുടെ സ്ഥാനത്ത് വി ബൈ എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ താഴെ ഒരു എക്സ് ഉണ്ട്, മുകളിൽ എക്സ് ഉണ്ട്. അപ്പൊ ക്യാൻസൽ ചെയ്തിട്ട് ബാലൻസ് വി വരും. ഈ വൈയുടെ സ്ഥാനത്ത് വി വരും. അതുപോലെ ഇവിടെ വി ബൈ എക്സ് കൊണ്ടുവരുമ്പോ ഡി വി ബൈ ഈ ടേം എന്ന് പറയുന്നത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വി വന്നു, വി വരെ കിട്ടി. ഇനി വരുന്ന ഈ ടേം എന്ന് പറയുന്നത് ഇതെന്ന് പറയുന്നത് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. അപ്പൊ നമുക്ക് ഇതുപോലെ പുറത്തോട്ട് എടുക്കാന്ന് പറയുന്നത്. അതായത് ലാംഡ എക്സ് ഇൻറ്റു ലാംഡ വൈ ഈക്വൽ ടു ലാംഡ വൈ പ്ലസ് റൂട്ട് ലാംഡ സ്ക്വയർ എക്സ് സ്ക്വയർ പ്ലസ് ലാംഡ സ്ക്വയർ വൈ ഡിവൈഡ് ബൈ ലാംഡ എക്സ് എന്ന് വരും. ഈ ഇക്വേഷൻ ഒന്നും കൂടി സെറ്റ് ചെയ്യാണ്. അപ്പൊ ഇതില് ലാംഡനെ പുറത്തെടുക്കുകയാണെങ്കിൽ ലാംഡ ഇൻറ്റു വൈ പ്ലസ് റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡിവൈഡ് ബൈ ലാംഡ എക്സ് എന്ന് വരും. അപ്പൊ ഈ ടേം ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഇത് എഫ് ഓഫ് എക്സ് വൈ തന്നെയാണ് കിട്ടിയേക്കുന്നത്. ഇനി ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഈ ടേമിന് എക്സ് ആയിരുന്നല്ലോ. അപ്പൊ ഇതിൽ നമ്മൾ വി എക്സിനെ ഡിഫറൻസിയേഷൻ ചെയ്യുന്ന സമയത്ത് എക്സ് അങ്ങനെ തന്നെ വരും, ഡി വി ബൈ ഡി എക്സും വരും കൂടെ. അപ്പൊ നമുക്ക് വി പ്ലസ് എക്സ് ഡി വി ബൈ ഡി എക്സ് കിട്ടി. ഇതാണ് നമുക്ക് ഡി വൈ ബൈ ഡി എക്സിന് സാധ്യത. ഈ സ്ഥാനത്ത് ഇത് കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വി പ്ലസ് എക്സ് ഡി വി ബൈ ഡി എക്സ് കൊടുക്കുക. അപ്പൊ ഇതിങ്ങനെയായി. എക്സ് ഡി വൈനെ ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ എക്സ് ഇൻറ്റു ഡി വൈയുടെ സ്ഥാനത്ത് ഡി വി ബൈ ഡി എക്സ് കൊടുക്കാം. അപ്പൊ വി ഉണ്ടായിരുന്നു ഓൾറെഡി. അപ്പൊ ഇവിടെ വി പ്ലസ് എക്സ് ഡി വി ബൈ ഡി എക്സ് ഈക്വൽ ടു ഇവിടുത്തെ വി എക്സ്, ഇവിടെ വി എക്സ് പ്ലസ് റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് വി സ്ക്വയർ എക്സ് സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം എല്ലായിടത്തും. വൈയുടെ സ്ഥാനത്തൊക്കെ നമ്മൾ എന്ത് കൊടുത്തു? വി എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പൊ ഇവിടെ എക്സ് സ്ക്വയർ അങ്ങനെ തന്നെ വരും. ഇവിടെ നമുക്ക് വി സ്ക്വയർ വൈ എക്സ് സ്ക്വയർ എന്ന് കിട്ടും, ഇവിടെയും വി എക്സ് എന്ന് കിട്ടും. അതാണ് ഈ കൊടുത്തേക്കണത്. താഴെ ഡിവൈഡ് ബൈ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇതിൽ എക്സ് സ്ക്വയർ കോമൺ ആയിട്ടുണ്ട്. ആ എക്സ് സ്ക്വയർ കോമൺ ആയിട്ട് പുറത്തോട്ട് എക്സ് റൂട്ടിന് പുറത്തോട്ട് എടുക്കുമ്പോൾ എക്സ് ആയിട്ട് പുറത്തോട്ട് വരും. അപ്പൊ വി എക്സ് പ്ലസ് എക്സ് റൂട്ട് 1 പ്ലസ് വി സ്ക്വയർ ഹോൾ ഡിവൈഡ് ബൈ എക്സ് എന്ന് കിട്ടും. ഈ ഹോൾ ഡിവൈഡ് ബൈ എക്സിന് ഇത് രണ്ടിനും എക്സിനെ പുറത്തെടുത്ത് കഴിഞ്ഞാൽ ഈ എക്സും താഴത്തെ എക്സും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ബാലൻസ് ഇവിടെ ഒരു വി ഉണ്ടാവും, പ്ലസ് റൂട്ട് ഓഫ് 1 പ്ലസ് വി സ്ക്വയർ എന്ന് കിട്ടും. ഇവിടെ വരെ ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഇനി ഈ വാല്യൂ കൊണ്ടുവന്നിട്ട് നമുക്ക് ഇവിടുത്തെ ഈക്വലിന് പുറത്ത് കൊടുത്താൽ മതി. ഈ ഭാഗമാണ് ഇപ്പൊ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊണ്ടുവന്നത്. ഈ ഭാഗം നമ്മളിവിടെ കണ്ടുവച്ചിട്ടുണ്ട് വി പ്ലസ് എക്സ് ഡി വി ബൈ ഡി എക്സ്. ഇത് അങ്ങനെ തന്നെ എഴുതി ഇത് കൊണ്ടുവന്നതിന്റെ പുറത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം.
അപ്പൊ ഈ വി പുറത്തോട്ട് പോകുമ്പോൾ ഈ വി ക്യാൻസൽ ചെയ്ത് പോകും. എക്സ് ഡി വി ബൈ ഡി എക്സ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1 പ്ലസ് വി സ്ക്വയർ എന്ന് കിട്ടും. ഇതിൽ എക്സ് ഡി വി ബൈ ഇത് കിട്ടും. ഇതിൽ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യുന്ന സമയം ഈ എക്സിനെ ഇപ്പുറത്തോട്ടും കൊണ്ടുപോയി ഈ ടേമിന് ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. അപ്പൊ നമുക്ക് ഡി വി ബൈ റൂട്ട് ഓഫ് 1 പ്ലസ് വി സ്ക്വയർ ഈക്വൽ ടു ഇപ്പുറത്ത് ഡി എക്സും ഡി എക്സ് ഇവിടെ താഴെയുള്ളത് ഇപ്പുറത്തോട്ട് മുകളിൽ വരും. എക്സ് താഴെ വരുമ്പോൾ ഡി എക്സ് ബൈ എക്സ് കിട്ടും. അപ്പൊ ഇത് 1 ബൈ ഡി വി എന്ന് പറയുമ്പോൾ 1 ബൈ ലോഗ് 1 ബൈ ഈ ടേം വരുന്നത്. ഈ 1 ബൈ റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് പറഞ്ഞ ടേം ഒക്കെ എടുക്കുന്നത് ഇവിടെ 1 ബൈ എക്സ് എന്ന ടേം. 1 ബൈ എക്സിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ലോഗ് എക്സ് എന്നും കിട്ടും. ഈ ടേമിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ആദ്യം ഈ ടേം അങ്ങനെ തന്നെ നിർത്താം. അതിനുശേഷം 1 ബൈ റൂട്ട് ലോഗ് സ്ക്വയറിനെ പ്രൊജക്ട് ചെയ്യുമ്പോൾ ലോഗ് വി കിട്ടും. ഇത് ലോഗ് വിയുടെ ടേമിലായി. ഇത് റൂട്ട് ആ ടൈം അങ്ങനെ തന്നെ വരും. 1 പ്ലസ് വി സ്ക്വയർ അങ്ങനെ വരും. ലോഗ് വി ഇങ്ങനെ വേണമെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ ഐ എൻ സി എഴുതാം. ഇങ്ങനെ വേണമെങ്കിലും എഴുതാം. എന്നിട്ട് ഇന്റഗ്രേഷൻ ഓഫ് ഈ ടേം ഇതിലെ സി എക്സ് ഈ ടേമിന് ഒരുമിച്ച് ലോഗ് സി എക്സ് എന്നാക്കാം. ഈ ലോഗ് കളഞ്ഞു കഴിഞ്ഞാൽ ഇത് വി ആയിരിക്കും. റൂട്ട് 1 പ്ലസ് വി സ്ക്വയർ ഈക്വൽ ടു സി എക്സ് ബൈ ടി. ഇനി വൈ ബൈ എക്സിന്റെ ഫോമിലേക്ക് എഴുതാം. വൈ ബൈ എക്സിന്റെ ഫോമിലേക്ക് എഴുതുമ്പോൾ ഈ വി എന്നുള്ളത് വൈ ബൈ എക്സ് ആവും. ഇതിന് താഴെ എക്സ് സ്ക്വയർ വരും. ഇതിന് താഴെ ഇത് അങ്ങനെ തന്നെ വരും, സി എക്സ് ആയിട്ട്. ക്ലിയർ ആണത്? ക്ലിയർ ആണ്. ഇനി അടുത്ത മെത്തേഡാണ് പർട്ടിക്കുലർ ഇന്റഗ്രൽ ഓഫ് സൈൻ എ എക്സ് കോസ് ഐ എക്സ്. നോൺ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. അപ്പൊ എൽ ഓഫ് വൈ ഈക്വൽ ടു ജി ഓഫ് എക്സ് എന്നാണ് പറയുന്നത്. ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ സൈൻ എ എക്സ് ഓർ കോസ് ഐ എക്സ്. ഇതൊക്കെ നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും ബേസ്ഡ് ഓൺ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ റൂട്ട്സ് ഓഫ് ആക്സിലറി ഇക്വേഷൻ എൽ ഓഫ് ഐ ആൻഡ് പ്ലസ് ഓർ മൈനസ് എ ഓഫ് ഐ. ഇതെങ്ങനെയാണ് നോക്ക്. ഇതുപോലെ ഒരു ഇക്വേഷൻ തരാം. സോൾവ് ചെയ്യാൻ പറയുന്നത് y ഡബിൾ ഡാഷ് പ്ലസ് 4y ഈക്വൽ ടു സൈൻ 3x. സോൾവ് ചെയ്യാൻ പറയുന്നത് y ഡബിൾ ഡാഷ് പ്ലസ് 4y ഈക്വൽ ടു 0. ഇക്വേഷനിലേക്ക് ആക്കുകയാണെങ്കിൽ ഈ y ഡബിൾ ഡാഷിനെ എം സ്ക്വയർ പ്ലസ് 4 ഈക്വൽ ടു 0 എന്ന് എഴുതാം. ഇതിന്റെ രൂപത്തിലേക്ക് ആക്കിയെന്ന് പറഞ്ഞു, ഈ എൽ ഓഫ് ഐയും എ ഓഫ് ഐ രൂപത്തിലേക്ക്. അപ്പൊ ഇത് y ഡാഷിനെ നമുക്ക് ഈ ടേമിനെ നമുക്ക് എം സ്ക്വയർ പ്ലസ് 4 ഈക്വൽ ടു 0 എന്ന് എഴുതാം. ഈ എം എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ഇതിൽ നിന്ന് എം എന്ന് പറയുന്നത് ഈ പ്ലസ് 4 ഈക്വലിന് അപ്പുറത്തോട്ട് പോകുമ്പോൾ -4 ആവും. എം സി എടുക്കുമ്പോൾ റൂട്ടിനുള്ളിൽ നിന്ന് പുറത്തേക്ക് ഇടുമ്പോൾ പ്ലസ് ഓർ മൈനസ് 2i. ഇത് മൈനസ് ഉള്ളത് കൊണ്ട് ഇപ്പത്തോട്ട് ഒരു മൈനസ് ആയതുകൊണ്ടാണ് ഇവിടെ മൈനസ് i വന്നത്. ഇവിടെ ക്ലിയർ ആണോ? ഇനി y ഇക്വേഷൻ കൊടുക്കാം. y ഈക്വൽ ടു c1 cos 2x പ്ലസ് c2 sin 2x. y p ആണെങ്കിൽ a cos 3x പ്ലസ് b 3x. ഇനി y ഡാഷ് ഓഫ് p വരുമ്പോൾ ഇതിനെ നമ്മൾ ഡിഫറൻസിയേഷൻ ചെയ്യാം. ഇതിന് ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ a കോൺസ്റ്റന്റ് ആണ്. കോസ് 3x ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ sin 3x വരും. ഈ 3x ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ മൈനസ് sin 3x വരും. മൈനസ് വന്നു. ഈ 3x ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ 3 വരും. അപ്പൊ മൈനസ് 3 ഇൻറ്റു a sin 3x വരും. പ്ലസ് b കോൺസ്റ്റന്റ് ആണ്. sin 3x ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ cos 3x 3x ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ 3 വരും. അപ്പൊ ഇത് സെറ്റ് ചെയ്ത് നമുക്ക് മൈനസ് 3a sin 3x പ്ലസ് 3b cos b 3x കിട്ടും. ഇത് ഡിഫറൻസിയേഷൻ ചെയ്ത് ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഇനി സെക്കൻഡ് ഡിഫറൻസിയേഷൻ ചെയ്യാം. ഈ ഇക്വേഷൻ ഒന്നും കൂടി ഡിഫറൻസിയേഷൻ ചെയ്യാം. അപ്പൊ ഇവിടെ ഒരു ഓൾറെഡി 3 ഉണ്ട്. ഈ സൈൻ എക്സിന് മൈനസ് അങ്ങനെ തന്നെ എഴുതാം. a കോൺസ്റ്റന്റ് ആണ്. sin 3x ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ cos 3x കിട്ടും. 3x ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ ഒരു 3 കൂടി കിട്ടും. ആ 3യും ഈ 3യും കൂടി മൾട്ടിപ്പിൾ ചെയ്തിട്ട് 9 ആവും. അതുപോലെ ഇപ്പുറത്ത് ഒരു 3 കൂടി ഉണ്ട്. b കോൺസ്റ്റന്റ് ആണ്. cos 3x ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ മൈനസ് sin 3x വരും. അപ്പൊ ഇത് മൈനസ് ആയി. ഇതിന് 3x ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ ഒരു 3 കൂടി വരും. 3 × 3 9 ആയി. ഇപ്പൊ y ഡബിൾ ഡാഷ് p എന്ന് പറയുന്നത് ഈ ടേം ആയി. ഇനി നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് y ഡബിൾ ഡാഷ് പ്ലസ് 4p ഈക്വൽ ടു sin 3x ആണ്. അതെടുത്ത് എഴുതി. അപ്പൊ ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് ഇതിനെ സെറ്റ് ചെയ്ത് ചെയ്താൽ ഇത് y ഡബിൾ ഡാഷ് എന്ന് പറയുമ്പോൾ ഈ ഇക്വേഷൻ കൊടുക്കാം. ഇത് എഴുതാം. പിന്നെ വരുന്നത് 4y ഡാഷ്. അപ്പൊ 4 ഇൻറ്റു y ഇക്വേഷൻ എഴുതാം. y എന്ന് വെച്ചാൽ a cos 3x പ്ലസ് b sin 3x ഈക്വൽ ടു sin 3x. അതായത് നമുക്ക് ഈ കിട്ടിയ y ഡാഷും ഇവിടുത്തെ y-യും എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനാണ് പറയുന്നത്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. ആ ക്വസ്റ്റ്യനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. y ഡബിൾ ഡാഷിന്റെ ഇക്വേഷൻ ഇത് കിട്ടി. ഇത് പ്ലസ് 4 ഇൻറ്റു y എന്ന് പറയുമ്പോൾ
ഇത് ഈക്വൽ ടു സൈൻ 3x. അതാണ് ഈ എഴുതിയേക്കുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഇനി എയുടെ ടേമുകൾ ഒരുമിച്ചാക്കാം. അതായത് ഇവിടെ ഒരു 4i ഉണ്ട്, ഇവിടെ ഒരു 4i cos 3x ഉണ്ട്. ഇതും ഇടുക. അത് ഫസ്റ്റ് ഈ ഇക്വേഷനിൽ നിന്നും ഇതിന്റെ ടേമും ഈ ടേം കൊടുക്കുക. അപ്പൊ നമുക്കിവിടെ ഒരു -9 വരും. a cos 3x രണ്ടിലും കോമൺ ആണ്. നമുക്ക് ഇതിലെ ഇവിടെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4a വരും. ഇവിടെ ഒരു -9a വരും. അപ്പൊ -9a + 4a ഇൻറ്റു ഈ cos 3x ഉം ഈ cos 3x പുറത്തെടുത്ത് വരുമ്പോൾ ഒരു cos 3x കിട്ടി. അതുപോലെ ഈ ടേം എടുക്കുക. -b sin 3x ഉം ഇവിടുത്തെ b sin 3x. ഈ 4 ഉള്ളിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4b വരും. അപ്പൊ -9b + 4b ഈ കോമൺ എടുത്ത രണ്ടിടത്തെയും sin 3x വരും. ഈക്വൽ ടു sin 3x കിട്ടും. ഇവിടെ ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഇനി ഈ 9ൽ നിന്നും 4 കുറയ്ക്കുമ്പോൾ -5a കിട്ടും cos 3x. അതുപോലെ ഈ 9b നിന്നും 4b കുറയ്ക്കുമ്പോൾ -5b sin 3x ഈക്വൽ ടു sin 3x കിട്ടും. അതിനുശേഷം കോയിഫിഷ്യന്റ് നമ്മൾ ഇക്വേറ്റ് ചെയ്യുക. കോയിഫിഷ്യന്റ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് 5a ഈക്വൽ ടു കോയിഫിഷ്യന്റ് ഇക്വേറ്റ് ചെയ്യുന്ന സമയത്ത് cos 3x എന്നുള്ള ടേം ഇവിടേക്ക് കൊണ്ടുവരും. ഇതിലേക്ക് എടുക്കുക. ഇവിടേക്ക് എടുക്കുമ്പോൾ -5a ഇൻറ്റു cos 3x. ഈ ടേം പുറത്തോട്ട് വരുമ്പോ cos 3x എന്നുള്ളത് 0 ആയിട്ട് പോകും. ഇത് 0 ആയിട്ട് പോകുമ്പോൾ എയുടെ വാല്യൂ മൊത്തം 0 ആണ്. അതായത് 5a ഈക്വൽ 0. അതായത് ഇവിടെ cos 3xന്റെ ടേം ഇല്ല. അപ്പൊ നമുക്ക് എന്ത് കൊടുക്കാം? -5a ഈക്വൽ 0 എന്ന് കൊടുക്കുക. അപ്പൊ എയുടെ വാല്യൂ നമുക്ക് 0 എന്ന് കിട്ടും. ഇവിടെ ഇനി sin 3x ഈക്വൽ ടു ഈ sin 3xന്റെ കൂടെ ഈ ഭാഗം കൊടുക്കാം. അപ്പൊ ഇവിടെ രണ്ടിടത്ത് കോമൺ ആയിട്ട് sin 3x ഉള്ള ഭാഗം ഇക്വേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ 5b ഈക്വൽ ടു sin 3x വരുന്നത് 1 ആക്കി എടുക്കുക. 1 ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ബിയുടെ വാല്യൂ എന്ന് പറയുന്നത് -5 പുറത്തോട്ട് പോകും. -1/5 എന്ന് ബിയുടെ വാല്യൂ. ഇവിടെ ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഇനി ഇത് വൈപ്പിയുടെ ഇക്വേഷനെ കൊണ്ട് കൊടുക്കുക. ബിയുടെ വാല്യൂ കിട്ടി sin 3x. വൈപ്പിയുടെ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ ഇതായിരുന്നു വൈപ്പിയുടെ ഇക്വേഷൻ. ബിയുടെ വാല്യൂ sin 3xന്റെ വാല്യൂ. ഈ a 0 ആയിട്ട് പോയി. അപ്പൊ നമുക്ക് ഇത് മാത്രം വരും. ഈ ഇക്വേഷനെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ a 0 ആയതുകൊണ്ട് ഇത് മൊത്തം 0 ആയിട്ട് വരും. ഈ ടേം മാത്രം വരും. ബിയുടെ വാല്യൂ -1/5 sin 3x എന്ന് കിട്ടും. അതാണ് ഇവിടെ ഇരിക്കുന്നത്. -1/5 sin 3x എന്ന് കിട്ടി. ബിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അതിനുശേഷം ഈ y എന്ന് പറയുന്നത് yc യും yp യും കൂടി തമ്മിൽ ആഡ് ചെയ്യാനാണ് പറയുന്നത്. yc യും yp യും എന്ന് പറഞ്ഞാൽ yc ഇത് yp ഇത് തമ്മിൽ ആഡ് ചെയ്യുക. ബാക്കിയുള്ളതിന് വാല്യൂ കൊടുക്കുക. അപ്പൊ ആഡ് ചെയ്യുമ്പോൾ ആദ്യം c1 cos 2x + c2 sin 2x. c1 cos 2x + c2 sin 2x. ഈ രണ്ടാമത്തെ ടേമിൽ ഈ എയുടെ ടേം 0 ആയിട്ട് പോയത് കൊണ്ട് ഇത് 0 ആയിട്ട് പോയി. ഈ ടേം മാത്രം ഉണ്ടാവുള്ളൂ. അപ്പൊ അവിടെ ഇവിടെ നമുക്ക് കിട്ടിയേക്കുന്നത് -1/5 sin 3x ആണ്. അതുപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആൻസർ ആയി. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഇനി അതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. സോൾവ് y ഡബിൾ ഡാഷ് + 4y ഈക്വൽ ടു cos 3x. ഇവിടെ നമ്മോട് ചെയ്ത ക്വസ്റ്റ്യൻ അല്ലേ? ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് തന്നിരിക്കുന്നത്. സോൾവ് y ഡബിൾ ഡാഷ് + 4y ഈക്വൽ ടു cos 3x. അപ്പൊ നമുക്ക് എന്തെന്ന് എടുക്കാം? y ഡബിൾ ഡാഷ് + 4y ഈക്വൽ 0 എന്ന് കൊടുക്കുക. അതിൽ നിന്നും m² + 4 ഈക്വൽ ഈ ഇക്വേഷനിൽ നിന്നും ഇത് m² + 4 ഈക്വൽ 0 എന്ന് കിട്ടും. എമ്മിന്റെ വാല്യൂ ഇത് പകർന്നു പോകുമ്പോൾ +-4 ആവും. m എടുക്കുമ്പോൾ √+or-2i എന്ന് കിട്ടും. അപ്പൊ എമ്മിന്റെ വാല്യൂ കിട്ടി. എമ്മിന്റെ വാല്യൂ +or-2 എന്ന് കിട്ടി. ഇനി വൈസ് ഇക്വേഷൻ എഴുതാം. വൈസ് ഇക്വേഷൻ എഴുതുമ്പോൾ c1 cos 2x + c2 sin 2x. വൈപ്പിയുടെ ഇക്വേഷൻ എഴുതുമ്പോൾ a cos 3x + b sin 3x. ഇതൊക്കെ എഴുതാം. ഇനി ഇതിന് വൈഡേഷൻ കാണാം. അപ്പൊ നമുക്ക് വീണ്ടും -3a sin 3x + 3b cos 3x കിട്ടും. അതിന് വീണ്ടും പ്രിസർവേഷൻ ചെയ്യുമ്പോൾ -9a cos 3x -9b sin 3x കിട്ടും. നേരത്തെ ചെയ്ത സെയിം മെത്തേഡ് ആണ്. നമ്മുടെ ഇക്വേഷൻ എടുക്കുക. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ മാറ്റേണ്ടായിരുന്നത് നേരത്തെ ഇവിടെ sin x ആയിരുന്നു, ഇവിടെ cos x ആണ്. അപ്പൊ ഇക്വേഷൻ മാറി. y ഡബിൾ ഡാഷ് + 4y ഈക്വൽ ടു cos 3x എന്ന് എടുത്തു. ഇനി ഇതെല്ലാം ഈ രണ്ട് വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നേരത്തെ എടുത്ത പോലെ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പം ഫസ്റ്റ് ടേമിലൂടെ yp യുടെ ഇക്വേഷൻ കേട്ടോ. ഇതിന്റെ yp കൊടുക്കുക.
4 ഇൻറ്റു വൈ കൊടുക്കാം. വൈപ്പിയുടെ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ ഇത് പ്ലസ് 4 ഇൻറ്റു വൈയുടെ ഇക്വേഷൻ എന്ന് വെച്ചാൽ വൈപ്പിയുടെ ഇക്വേഷൻ എന്ന് വെച്ചാൽ വൈയുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ മുന്നേ ഇത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഈക്വൽ ടു cos 3x എന്ന് എഴുതി. ഇനി ഇതിൽ നേരത്തെ പറഞ്ഞ പോലെ ഈ ഇതിലത്തെ ടേമും ഇതിലത്തെ 4a കൂടി എടുത്തിട്ട് -5a cos 3x എന്ന് കിട്ടും. ഇവിടത്തെ ഈ ബിയും ഇതിലത്തെ 4bയുടെ വാല്യൂ കൂടി എടുത്തുകൊണ്ട് ഇവിടെ നമുക്ക് -5b sin 3x ഈക്വൽ ടു cos x എന്ന് കിട്ടും. ഇനി cos x ന്റെ കോയിഫിഷ്യന്റ് കമ്പയർ ചെയ്യാം. അപ്പൊ അതായത് cos x ന്റെ ടേം മാത്രം വരും, sin x 0 ആയിട്ട് പോകും. ഇവിടെ cos മാത്രമേ ഉള്ളൂ, sin ഇല്ല. p ടേം 0 ആയിട്ട് പോകും. b ഈക്വൽ 0 ആയിട്ട് പോകും. എയുടെ വാല്യൂ -5 ഈക്വൽ ടു 1 എന്ന് കിട്ടും. എയുടെ വാല്യൂ -1/5 എന്ന് കിട്ടും. ഇത് വൈപ്പിയുടെ ഇക്വേഷൻ കൊടുക്കുക. വൈപ്പിയുടെ ഇക്വേഷൻ ഇതാണ്. അപ്പൊ ബിയുടെ ടേം ആണ് 0 ആയിട്ട് പോയത്. ഇത് 0 ആയിട്ട് പോയി. ഇവിടെ വരുന്നത് -1/5 cos 3x എന്ന് കിട്ടും. ക്ലിയർ ആണോ? അത് ഇവിടെ വരെ ക്ലിയർ അല്ലേ? ക്ലിയർ. ഇനി വൈയുടെ ഇക്വേഷൻ എടുക്കുക. അപ്പൊ yc പ്ലസ് yp ചെയ്യുക. yc എന്ന് പറയുമ്പോൾ സിയുടെ ടേം c1 cos 2x പ്ലസ് c2 sin 2x. ഇവിടെ ypയിൽ നമുക്ക് എയുടെ ടേം മാത്രമേ ഉള്ളൂ, മറ്റേ ടേം പോയി. അതുകൊണ്ട് എ ടേം വരും, ഈ ടേം 0 ആയിട്ട് പോയി. അപ്പൊ ഈ ടേം മാത്രമേ ഉള്ളൂ. ഈ ടേമിൽ ഉണ്ടായിരുന്ന വൈപ്പിയുടെ എയുടെ ടേം ഇതായിരുന്നു, അതുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പൊ -1/cos 3x എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത് കഴിയുന്ന മാത്രമേ ഉള്ളൂ. അത് y ഈക്വൽ ടു c1 cos 2x പ്ലസ് c2 sin 2x -1/5 cos 3x എന്ന് കിട്ടും. ക്ലിയർ അല്ലേ ഇത്? ഇനി അടുത്തത് പാർഷ്യൽ ഇന്റഗ്രേഷൻ ഓഫ് e raised to x, അതായത് എക്സ്പോണന്റ് ഫംഗ്ഷനെ പാർഷ്യൽ ഇന്റഗ്രേഷൻ ചെയ്യാം. ഇപ്പൊ ജനറൽ ഫോം എന്ന് വെച്ചാൽ L of y ഈക്വൽ ടു f of x ആണ്. L of y എന്ന് വെച്ചാൽ ലീനിയർ ഡിഫറൻഷ്യൽ ഓപ്പറേഷൻ ആണ്. ഇവിടെ f of x കാണുന്നത് e raised to ax ന്റെ ആണ്. ഇവിടെ yp എഴുതുമ്പോൾ e raised to ax divided by L of a ആണ്. അത് m എന്ന് പറഞ്ഞാൽ ഇവിടെ a ആണ്. ഇവിടുത്തെ a ആണ് m എന്ന് പറയുന്നത്. അപ്പൊ m ഈക്വൽ ടു a എന്ന് കിട്ടും. ypയുടെ ഇക്വേഷൻ കൊടുക്കുമ്പോൾ x raised to r e raised to ax വരും. താഴെ L dash of a ആയിരിക്കും. അവിടെയും m ഈക്വൽ ടു a ആയിരിക്കും. ഇതാണ് രണ്ട് ഇക്വേഷൻ. അതായത് ypയുടെ ഇക്വേഷൻ കാണാം. അപ്പൊ നമുക്ക് ജനറൽ ഫോം വന്നിരിക്കണം L of y ഈക്വൽ f of x. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലീനിയർ ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ ആണ്. f of x എന്ന് പറഞ്ഞാൽ e raised to ax ആണ്. അപ്പൊ yp എന്ന് പറയുന്നത് e raised to as divided by L of a ആയിരിക്കും. ഇവിടെ m എന്ന് പറയുന്നത് a ആണ്. അതുപോലെ സെക്കൻഡ് yp കാണുമ്പോൾ x raised to r e raised to ax L dash of a ഈക്വൽ ടു L of a ആണ്. ഇവിടെയും m എന്ന് പറയുന്നത് a തന്നെയാണ്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചെയ്തു. Solve y double dash minus 3y dash plus 2y is equal to e raised to 2x. അപ്പൊ നമുക്ക് ഈ ടേംസ് ഈക്വൽ എടുത്ത പോലെ ഈ ബാക്കി ബാലൻസ് ഉള്ള ഈക്വലിന് പുറത്തുള്ള ടേമിന് എടുത്തുകൊണ്ട് 0 എന്ന് എഴുതാം. അപ്പൊ നമുക്ക് ഈ ടേം 0 ആക്കിയിട്ട് എഴുതിക്കൊണ്ട് y double dash minus 3y dash plus 2y is equal to 0 എന്ന് എഴുതി. ഇതിൽ നിന്ന് ഇക്വേഷൻ എടുക്കുമ്പോൾ ഇത് m സ്ക്വയർ minus 3 into m plus 2 ഈക്വൽ 0 എന്നായി. അപ്പൊ ഇതിനെ മിഡിൽ ടേം വെച്ച് സ്പ്ലിറ്റ് ചെയ്തോ അല്ലെങ്കിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് m ന് രണ്ട് വാല്യൂ കണ്ടെത്താം. ഒന്നിലെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 കിട്ടണം, ആഡ് ചെയ്യുമ്പോൾ -3 കിട്ടണം. അങ്ങനെ വരുന്നത് -1 -2 ആണ്. -1 -2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് -2 കിട്ടും. മൈനസ് പ്ലസ് ആയിട്ട് +2 കിട്ടും. ആഡ് ചെയ്യുമ്പോൾ -1 -2 കൊണ്ട് ആഡ് ചെയ്യുമ്പോൾ -3 കിട്ടി. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ഈ രണ്ട് ടേം വെച്ച് സ്പ്ലിറ്റ് ചെയ്ത് m ന്റെ വാല്യൂ 1 എന്നും m ന്റെ വാല്യൂ 2 എന്നും കിട്ടി. ഇത് ക്ലിയർ ആണോ? അല്ലെങ്കിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ യൂസ് ചെയ്യാം കേട്ടോ. ഇനി ycയുടെ ഇക്വേഷൻ എടുക്കുക. ycയുടെ ഇക്വേഷൻ വരുമ്പോൾ ഇവിടെ c1 ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് e raised to ഇത് e raised to x ആണ്. അപ്പൊ ഫസ്റ്റ് ടേം c1 e raised to x പ്ലസ് c2 e raised to 2x. അതായത് ഫസ്റ്റത്തെ a 1 ഉം സെക്കൻഡ് a 2 ആണ്. m ഈക്വൽ ടു a ആണെന്ന് പറഞ്ഞത്. അപ്പൊ m ന്റെ വാല്യൂ ആണ് നമുക്കിവിടെ m ന്റെ വാല്യൂ ആണ് ഇപ്പൊ നമുക്ക് 1 ഉം കിട്ടിയേക്കണത്, m ന്റെ വാല്യൂ 2 ഉം കിട്ടി. അപ്പൊ a യുടെ ഒരു വാല്യൂ 1 ആയിരിക്കും, a യുടെ ഒരു വാല്യൂ 2 ആയിരിക്കും. അപ്പൊ നമ്മൾ e raised to ax എന്നാണ് ഇക്വേഷൻ. അപ്പൊ a യുടെ സ്ഥാനത്ത് 1 കൊടുക്കുമ്പോൾ നമുക്ക് e raised to x കിട്ടും. a യുടെ സ്ഥാനത്ത് 2 കൊടുക്കുമ്പോൾ നമുക്ക് ഇവിടെ e raised to 2x കിട്ടും. ഇത് ക്ലിയർ അല്ലേ? നമുക്ക് yc കിട്ടി. ഇനി yp കാണാനായിട്ട് ഇത് c ആയിരുന്നു കേട്ടോ. ഇത് c യും ഇത് p യും ആണ്. ഇനി p യുടെ ഇക്വേഷൻ വരുന്ന സമയത്ത് x ഇൻറ്റു അതായത് f of x e raised to 2x ആണ്. yp വരുമ്പോൾ x ഇൻറ്റു e raised to 2x ഡിവൈഡ് ബൈ L of a യുടെ വാല്യൂ ഇവിടെ വരുന്നത് 2 ആയിട്ട് എടുക്കുക. അപ്പൊ L of 2 എന്ന് കിട്ടും. അപ്പൊ L of 2 എഴുതുമ്പോൾ L of m is equal to
എൽ ഓഫ് എം ഇസ് ഈക്വൽ ടു ഇവിടെ നമുക്ക് കിട്ടിയ ഈക്വേഷൻ തന്നെ എഴുതാം എം സ്ക്വയർ മൈനസ് 3m + 2. ഇവിടെ നിന്ന് ഡിഫറൻസിയേഷൻ ചെയ്യും. ഇതിനെ ഡിഫറൻസിയേഷൻ ചെയ്ത് കഴിഞ്ഞാൽ എൽ ഡാഷ് ഓഫ് 2 കാണാനാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഇവിടെ എൽ ഡാഷ് ഓഫ് 2 ആണ്. ഡിഫറൻസിയേഷൻ ചെയ്തിട്ട് എമ്മിന്റെ സ്ഥാനത്ത് 2 കൊടുക്കാനാണ് പറഞ്ഞേക്കണേ. അപ്പൊ ഇതായിരുന്നു നമ്മുടെ എമ്മിന്റെ ഇക്വേഷൻ. ഈ ഇക്വേഷൻ എടുത്തിട്ട് എൽ ഓഫ് എം ചെയ്യാം. അപ്പൊ ഡിഫറൻസിയേഷൻ ചെയ്യുന്ന സമയത്ത് എം സ്ക്വയർ ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ 2m വരും, മൈനസ് ഈ എമ്മിന്റെ ഡിഫറൻസിയേഷൻ -3 വരും. ഇവിടെ കോൺസ്റ്റന്റ് ആയിരുന്നത് 0 ആയിട്ട് പോയി. അപ്പൊ നമുക്ക് ഡിഫറൻസിയേഷൻ ഓഫ് എൽ എം എന്ന് പറയുന്നത് 2m - 3 എന്ന് കിട്ടും. ഇനി എമ്മിന്റെ വാല്യൂ 2 കൊടുക്കാനാണ് പറഞ്ഞത്. 2 കൊടുക്കുമ്പോൾ 2 × 2 4 - 3. അതായത് ഇവിടെ എമ്മിന് 2 കൊടുക്കാം. എം = 2 കൊടുക്കുമ്പോൾ 2 × 2 - 3 = 1 എന്ന് കിട്ടി. അപ്പൊ YP ഇക്വേഷൻ എന്തായി മാറി? x e⁻²x / 1 ആണ്. അപ്പൊ നമുക്ക് x e⁻²x എന്ന് കിട്ടി. ഇനി y ഇക്വേഷനിലേക്ക് കൊടുക്കുക. y = yc + yp ആണ്. അപ്പൊ ആദ്യം നമ്മൾ ആദ്യത്തെ ടേം കണ്ടുവച്ചിട്ടുണ്ട് ഇവിടെ c1. yc ഇക്വേഷൻ കണ്ടുവച്ചിട്ടുണ്ട് c1 e⁻x + c2 e⁻²x. അത് കൊടുത്തു. ഇപ്പൊ കിട്ടിയ yp ഇക്വേഷൻ ഇവിടെ പ്ലസ് ഇട്ടിട്ട് x e⁻²x. അതാണ് നമ്മുടെ ആൻസർ. ക്ലിയർ ആണത്? ക്ലിയർ ആണ്. ഇത് എക്സ്പോണന്റ് കേസ്. ഇനി നമുക്കിത് പോളിനോമിയലിന്റെ കേസ് വരുമ്പോൾ എൽ ഓഫ് y = f of x. f of x എന്ന് പറയുന്നത് പോളിനോമിയൽ ആയിരിക്കും. പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ ax⁻n bx⁻n - അങ്ങനെ പോകുന്ന ടേമാണ് പോളിനോമിയൽ. അപ്പൊ നമുക്ക് YP എഴുതുമ്പോൾ നമുക്ക് an x⁻n an - 1 x⁻n - 1 പ്ലസ് എക്സെട്ര a0 വരും. അപ്പൊ ഇതിൽ an - 1 എക്സെട്ര a0 വരുന്നത് ഈ ടേമും ഇതൊക്കെ നമുക്ക് കോൺസ്റ്റന്റ് ആണെന്ന് പറയാം. ഇതാണ് എൽ ഓഫ് y എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ പോളിനോമിയൽ ആണ്. എഫ് ഓഫ് എക്സ് പോളിനോമിയൽ എന്ന് പറയുമ്പോൾ അത് വരുന്നത് ഇങ്ങനെയാണ് a × x⁻n + b⁻x - 1 അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പൊ അതിൽ നിന്നും YP എഴുതുകയാണെങ്കിൽ ഇത് an - 1 എക്സെട്ര a0 വരും. അപ്പൊ ഈ an ഉം an - 1 ഉം a0 എന്നൊക്കെ പറഞ്ഞാൽ കോൺസ്റ്റന്റ് ആണെന്ന് പറയുന്നത്. ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കാണാം. y - 3y + 2y - 6x = 6x + 4. അപ്പൊ ഈ ടേം ഈക്വൽ ടു 0 എന്ന് കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ ഇത് മൊത്തം 0 ആയിട്ട് എടുക്കുക. അപ്പൊ നമുക്ക് ബാലൻസ് ഇപ്പുറത്തുള്ള ഇത് മൊത്തം 0 ആയിട്ട് എടുക്കുക. അപ്പൊ ഈ ടേംസ് ഈക്വൽ ടു y - 3y + 2y = 0 എന്ന് കിട്ടും. അപ്പൊ ഈ y എന്ന് വെച്ചാൽ m സ്ക്വയർ - 3m + 2y. ഇത് m ഉണ്ട് ഇവിടെ. 3m + 2y എന്ന് കിട്ടും. അത് 2 ആയിട്ട് എടുക്കാം. അപ്പൊ നമുക്ക് എന്താ ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ +2 കിട്ടണം, മൈനസ് ചെയ്യുമ്പോൾ ആഡ് ചെയ്യുമ്പോൾ -3 കിട്ടണം. നേരത്തെ കൊടുത്ത പോലെ m - 1 ഉം m - 2 കൊടുക്കാം. അപ്പൊ എമ്മിന്റെ വാല്യൂ 1 എന്നും എമ്മിന്റെ വാല്യൂ 2 എന്നും കിട്ടും. അപ്പൊ y ഓഫ് സിയുടെ ഇക്വേഷനിൽ എമ്മിന്റെ വാല്യൂ 1 ആണ് കൊടുക്കാൻ പറഞ്ഞത്. അപ്പൊ e⁻1x എന്ന് കിട്ടും. രണ്ടാമത്തെ 2 കൊടുക്കാൻ പറയുമ്പോൾ c2 = e⁻2x എന്ന് കിട്ടും. അപ്പൊ നമുക്ക് yc കിട്ടി. ഇനി സെക്കൻഡ് YP കാണാനായിട്ട് 6x + 4 ആണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത്. ഇതിന് പോളിനോമിയൽ ഡിഗ്രി ഓഫ് 1 ആണ്. ഇത് പോളിനോമിയൽ ഡിഗ്രി ഓഫ് 1 ആണ്. ഇവിടെ ഡിഗ്രി 1 ആണ്. അപ്പൊ YP = പോളിനോമിയൽ ഡിഗ്രി ഓഫ് 1 ആണ്. അപ്പൊ YP എഴുതുന്ന സമയത്ത് ഇവിടെ നമുക്ക് ഇത് a ആണെന്നുണ്ടെങ്കിൽ ax + b എന്നുള്ള ഫോമായി. ഇത് aയും ax + b എന്നുള്ള ഫോമായി. അപ്പൊ aയും b ഒരു കോൺസ്റ്റന്റ് ആണ്. അങ്ങനെ y ഓഫ് p ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് a മാത്രമല്ല ഉണ്ട്, x ന്റെ ടേം ഒരെണ്ണേ ഉള്ളൂ. ഇതിന്റെ ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ നമുക്ക് a കിട്ടും. y ഓഫ് p ചെയ്യുന്ന സമയത്ത് ഇതിനൊന്നും കൂടി ഡിഫറൻസിയേഷൻ ചെയ്യുന്ന സമയത്ത് 0 കിട്ടും. ഇവിടെ ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ക്ലിയർ ആണ്. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. YP = ax + b. p എന്ന് പറഞ്ഞാൽ a ആയിരിക്കും. y ഓഫ് p എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പൊ നമ്മൾ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇക്വേഷൻ എടുത്ത് എഴുതാം. നേരത്തെ ഇക്വേഷൻ അങ്ങനെ തന്നെ എഴുതാം. y എന്ന് പറഞ്ഞത് ഇവിടെ 0 ആണ്. അപ്പൊ ഇത് മാറ്റ ടേം 0 ആയിട്ട് പോയി. ഈ 3 × y എന്ന് പറയുമ്പോൾ a ആണ്. അപ്പൊ 3 × a കിട്ടും. ഇവിടെ YP എന്ന് പറഞ്ഞാൽ 2 × ഈ ടേം ആണ് ax + b. അപ്പൊ 2 × ax + b = 6x + 4 എന്ന് കിട്ടും. ഇനി ഇതിനെ ഉള്ളിൽ ഈ 2 ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് വരുമ്പോൾ ഇവിടെ -3a + 2ax + 2b = 6x + 4 എന്ന് കിട്ടി. ഇനി എക്സിന്റെ ടേമിന് മാറ്റി കഴിഞ്ഞിട്ട് ഈ ടേമിന് ഒരുമിച്ചാക്കാം. അപ്പൊ 2ax നിർത്തി കഴിഞ്ഞാൽ ഇവിടെ 3a + 2b എന്ന് കിട്ടും. ഇവിടുത്തെ എയും ഈ 2b കൂടി ആഡ് ചെയ്താൽ 3a + 2b = 6x + 4 എന്ന് കിട്ടും. ഇനി സോൾവ് ചെയ്യാം. ഓരോ ടേം ഇക്വേറ്റ് ചെയ്യുക. എക്സിന്റെ ടേം ഇക്വേറ്റ് ചെയ്യുക, കോൺസ്റ്റന്റ് ടേം ഇക്വേറ്റ് ചെയ്യുക. അപ്പൊ എക്സിന്റെ ടേം ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് 2a. എക്സിന്റെ ടേം കൂടെ ഉള്ളത് 2a, പുറത്ത് വരുമ്പോൾ 6. അപ്പൊ നമുക്ക് 2a = 6 കിട്ടും. a-നോട് നിർത്തി കഴിഞ്ഞാൽ 6നെ / 2 ചെയ്താൽ a യുടെ വാല്യൂ 3 എന്ന് കിട്ടും. ഇത് ക്ലിയർ ആണോ? എയുടെ വാല്യൂ കിട്ടിയത് ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഇനി കോൺസ്റ്റന്റ് ടേം എടുക്കുക. അതായത് ഈ 3a + 2b = 4.
അപ്പൊ -3a + 2b = ഇവിടെ മൈനസ് ഉണ്ടായിരുന്നു, ഈ മൈനസ് ഉള്ളതുകൊണ്ട് ഇത് മൈനസ് ആണ്. -3a + 2b = 4 എന്ന് കിട്ടും. ഇവിടെ എയുടെ വാല്യൂ നമുക്കറിയാം 3 ആണെന്നുള്ളത്. അപ്പൊ എയുടെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ -3 × 3 -9 + 2b = 4 എന്ന് കിട്ടും. 2b ഇവിടെ നിർത്തിയിട്ട് -9 പുറത്തോട്ട് പോകുമ്പോൾ +9 ആവും. അപ്പൊ നമുക്ക് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 13 കിട്ടും. 9 ഉം 4 ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ 13 കിട്ടും. ബിയുടെ വാല്യൂ 30/2 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് YPD ഇക്വേഷനിൽ എയുടെ വാല്യൂ 3 ആണ് കിട്ടിയത്. നമുക്ക് YPD ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതായിരുന്നു, 3x. ഇതായിരുന്നു YPD ഇക്വേഷൻ. ഇവിടെ എയുടെ വാല്യൂ നമുക്ക് 3 കിട്ടി, ബിയുടെ വാല്യൂ 30/4 കിട്ടി. അപ്പൊ 3x + 30/4 2 എന്ന് കിട്ടി. ഇത് കൊണ്ടൊന്ന് ഫൈനൽ ഇക്വേഷൻ കൊടുക്കുക. അത് y = yc + yp. ഫസ്റ്റ് YCD ഇക്വേഷൻ c1x + c2 e⁻²x പ്ലസ് ഇപ്പൊ കിട്ടിയ YPയുടെ ആൻസർ കൊണ്ട് ആഡ് ചെയ്ത് തരാം. ക്ലിയർ ആണത്? ക്ലിയർ ആണ്. ഇനി ഇതിന്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് കൂടുതൽ യൂസ് ചെയ്യുന്ന ഫിസിക്സിലും എഞ്ചിനീയറിംഗ് ബയോളജി ഇലക്ട്രോണിക്സിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അത് y∩ - 3y' + 2y = e⁻x. ഇവിടെ നേരത്തെ കൊടുത്ത പോലെ ഈ ടേം ഈക്വലിന് പ്രതിരോധം 0 ആക്കി കൊടുക്കുക. അപ്പൊ y∩ - 3y' + 2y = 0 എന്ന് കിട്ടും. ഇവിടെ എമ്മിന്റെ ഇക്വേഷനിലേക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ m² - 3m + 2 എന്ന് കിട്ടും = 0. ഇപ്പൊ നേരത്തെ കൊടുത്ത പോലെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 കിട്ടണം, ആഡ് ചെയ്യുമ്പോൾ -3 കിട്ടണം. അപ്പൊ എമ്മിന്റെ വാല്യൂ 1 ഉം 2 തന്നെ കിട്ടും. അപ്പൊ YCD ഇക്വേഷനിൽ കൊടുക്കുക. YCD ഇക്വേഷൻ c1 e⁻x ഇവിടെ 1 ആയിട്ട് എടുത്തപ്പോൾ e⁻x 1 വന്നു. c2 e⁻2 ആയതുകൊണ്ട് 2x എന്ന് കിട്ടി. ഇനി g of x എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ടേം g of x = e⁻x ആണ്. ഇതിനെ YP കാണുകയാണെങ്കിൽ ax × e⁻x. ഈ yc + yp ചെയ്യുമ്പോൾ നമുക്ക് y കിട്ടണം. ഇതിൽ നിന്ന് g of x e⁻x ആണ്, x × e⁻x, അത് ax e⁻x. ഇതാണ് നമ്മുടെ YP. ഈ YP ഇക്വേഷനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം, നേരിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. c1 e⁻x + c2 e⁻2x + ax e⁻x എന്ന് കിട്ടും. ക്ലിയർ ആണോ? അപ്പൊ നമ്മുടെ ലാസ്റ്റ് മൊഡ്യൂൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ നോട്ടല്ലോ ഒന്ന് അയച്ചു തരണേ, ഈ മൊഡ്യൂളിന്റെ എല്ലാം. മൊഡ്യൂളിൽ എല്ലാതും കൂടി നോട്ട് അയച്ചു തരാം കേട്ടോ. അപ്പൊ നന്നായിട്ട് പഠിക്കുക, ചെയ്ത് തന്നെ പഠിക്കുക. മാത്സ് ആണ്, മാത്സ് നമ്മൾ ചെയ്ത് പഠിക്കാണ്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഒരു സ്റ്റെപ്പ് വന്നു കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്സിലെത്തുമ്പോൾ അത് സ്റ്റക്ക് ആവും. അടുത്ത സ്റ്റെപ്പ് എന്താണ് ചെയ്യേണ്ടത് നമുക്ക് അറിയാത്ത ഇതിലേക്ക് വരും. അതില്ലാതിരിക്കാനായിട്ട് ഓരോ പ്രോബ്ലം എടുത്തിട്ട്, ഓരോ മെത്തേഡിലെ പ്രോബ്ലം എടുത്തിട്ട് ചെയ്ത് തന്നെ പഠിക്കാം. ചെയ്ത് പഠിച്ച് കൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കാം. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ അതെങ്ങനെ ചെയ്യണമെന്നുള്ള കൺസെപ്റ്റ് ആദ്യം മനസ്സിലാക്കുക. എന്നിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്ത് നോക്കാം. അത് അഡീഷണൽ ക്വസ്റ്റ്യൻ, വേറെ ക്വസ്റ്റ്യൻസ് ഇട്ട് ചെയ്ത് നോക്കണം. സെയിം ക്വസ്റ്റ്യൻ തന്നെ ചെയ്യുന്നതിലും വേറെ ക്വസ്റ്റ്യൻ ഇട്ട് ചെയ്യുമ്പോൾ നമുക്ക് ചില സ്റ്റെപ്സുകളൊക്കെ അഡീഷണൽ വരുന്നത് നമുക്ക് അവിടെ കിട്ടും. അങ്ങനെ ചെയ്ത് തന്നെ പഠിക്കുക കേട്ടോ. നോട്ടെല്ലാം കൂടി അയക്കാം. എല്ലാം ക്ലിയർ അല്ലേ? ഇത് ക്ലിയർ ആണ്, ക്ലിയർ ആണ്. നമുക്ക് അതിൻ്റെ ചെയ്യാം. ഓക്കെ, താങ്ക് യു.